ലോകത്ത് തിന്മകൾ വ്യാപകമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യപാനികൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ? ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് നമ്മൾ മാറ്റി. അത് പറഞ്ഞില്ലേ ഈ 2013 ഇപ്പം നമ്മൾ കേരളത്തിന് കൊടുത്തത് കുടിയന്മാരുടെ നാട് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഇനി ലോക ചരിത്രം എഴുതുമ്പോൾ കേരളത്തെക്കുറിച്ച് 2000-ന് ശേഷമുള്ള കേരളത്തെക്കുറിച്ച് എഴുതുമ്പോ കുടിയന്മാരുടെ നാട്. എന്താ നാടിന്റെ അങ്ങനെ ഒരു നാടുണ്ട്, അത് കേരളം. എന്തിനാ ജനിച്ചത്? നക്കാൻ. എന്ത് നക്കാൻ? കള്ള്. വെറുതിനല്ല. ആരമോനെ നിന്റെ അച്ഛൻ മദ്യം, ആരമോനെ നിന്റെ ഉമ്മ മദ്യം, ആര നിന്റെ ഭാര്യ മദ്യം, ആര നിന്റെ മക്കൾ മദ്യം. എന്താ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? മദ്യം കുടിക്കുക. എന്തിനാ നീ ഉറങ്ങണത്? കുടിച്ച മദ്യം ഇറങ്ങാൻ. എന്തിനാ നീ ഉണരുന്നത്? കള്ളുഷാപ്പ് കാലിയാക്കാൻ. പോത്തും പന്നിയും കാളയും ഒക്കെ കണ്ടു നിങ്ങള്, കൊരങ്ങും ഒക്കെ. അതൊക്കെ എത്ര ബെറ്ററാ, എത്ര ബെറ്ററാ. പട്ടീന്റെ ഹൃദയമൊക്കെ പരിശുദ്ധ. ഇവിടുത്തെ മനുഷ്യന്മാരോ നേരെ നിൽക്കുന്ന ഒരു അവയവുണ്ടോ? അതായത് ചില കള്ളുകുടിയന്മാര് മൂത്രമൊഴിച്ചിട്ട് അത് കുപ്പിയിലാക്കി കുടിച്ചാല് 1/2 ലിറ്റർ കള്ളുടിച്ചതിന്റെ പ്രതീതി ഉണ്ടാവും അപ്പൊ പറയുന്നത്. മനസ്സിലായോ? ഓന്റെ ശരീരത്തിന് വേറൊരുത്തന് ബ്ലഡ് കൊടുക്കാറുന്ന ഡോക്ടർ ബ്ലഡ് ഇല്ല, കള്ളയുള്ളൂ. മനസ്സിലായോ? ഞരമ്പിലൊക്കെ കുത്തിയ ഫൂ എന്നുള്ള കാറ്റാണ് പോലെ വരുന്നത്. മനസ്സിലായോ? ആ ജാതി മാത്രമല്ല. ഇപ്പൊ എന്താ സുഖം, സർക്കാരിന്റെ പുതിയ നടപടി അത് വായിച്ചില്ല എല്ലാവരും. വികലാംഗർക്ക് ബീവറേജ് കോർപ്പറേഷനിൽ പ്രത്യേക ക്യൂ. എന്തൊരു ഔദാര്യോ! കുരങ്ങിന് കള്ളും കൊടുത്തു, പിന്നെ രേണിയും വെച്ചു കൊടുത്തു. എങ്ങനെയുണ്ട്? വികലാംഗനെ സംരക്ഷിക്കാൻ തന്നെ സർക്കാർ ഒരുപാട് പൈസ മുടക്കി, പിന്നെ അവനെ കള്ളും കൂടി കുടിപ്പിച്ച്. അല്ല, ഒരു തലച്ചോറ് തരുന്നൊരു സംഗതി. ഈ ഞാൻ എന്ത് പറഞ്ഞത്? എടോ ചെങ്ങാതി, ഒരു വികലാംഗൻ എന്ന് പറഞ്ഞ ഒരു നാട്ടിലൊരു വികലാംഗ ഓനെ സംരക്ഷിക്കാനും ഓനെ ആനുകൂല്യം നൽകാനും തന്നെ സർക്കാർ വലിയൊരു കോടിയാണ് ചെലവഴിക്കുന്നത്. പിന്നെ ഓനെ കള്ളും കൂടി കൊടുത്തിട്ട് രോഗിയാക്കിയിട്ട് പിന്നെ അത് സംരക്ഷിക്കാൻ വേറെയും പൈസ. ഇവരുടെ മുഴുവൻ ഒരുത്തനെങ്കിൽ ഈ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇതിനെ നയിക്കുന്നിടത്തിലും ഇല്ലേന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാർക്ക് ഇന്നോട് ദേഷ്യം പിടിക്കും. പൊതുവെ അവർക്ക് ഇപ്പൊ ദേഷ്യം കൂടുതലാ. ഞാൻ ചോദിക്കുന്നത്, എന്തൊരു ബുദ്ധിയായത്? നമ്മുടെ നാട്ടിലല്ലാതെ ഈ തലതിരിച്ചിട്ടുണ്ടോ ലോകത്ത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഒരു പാർട്ടി ഓഫീസിൽ കല്ലേറുണ്ടായി. അപ്പൊ പാർട്ടി ഓഫീസിന്റെ ചില്ലൊടഞ്ഞു. അപ്പൊ പാർട്ടിക്കാരോട് ചോദിച്ചു, എത്രയും ചില്ലൊടഞ്ഞതിന്? 2000 രൂപ. നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ? 1000 രൂപന്റെ ചില്ലൊടഞ്ഞതിന്, 2000 രൂപന്റെ ചില്ലൊടഞ്ഞതിന് എന്ത് പ്രഖ്യാപിച്ചു? ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഒരു ദിവസത്തെ ഹർത്താൽ പ്രഖ്യാപനത്തിൽ കേരളത്തിന് നക്ഷത്ര 1000 കോടി. എത്ര? 1000. ഭയങ്കര ബുദ്ധിജീവിയാണ്. ഇന്ന് ഞാൻ പറയാം, പാർട്ടി ഓഫീസൊക്കെ ചില്ലൊടഞ്ഞ് 2000, 5000, 10 രൂപയൊക്കെ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ തരാം. ഹർത്താൽ സംഘടിപ്പിക്കണം. ആ 10000 രൂപ ഏത് പാർട്ടിക്കാരാണ്? ഞാൻ തരാം. മുജാഹിദ് ബാലുശ്ശേരി എന്ന എന്റെ പേര്. എന്റെ ഫോൺ നമ്പർ ഇവിടുത്തെ സംഘാടകർ വിളിച്ചാൽ മതി. ഒരു 10000 രൂപയിൽ ഒതുങ്ങുന്ന കേസൊക്കെ നമ്മൾ ചെയ്തു തരും. അല്ല, ഹർത്താൽ ഒഴിവാക്കുന്നത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാ. ഹർത്താൽ കൊണ്ട് ഈ രാജ്യം നേടി ഒരു നേട്ടം പറയും, ഒരു നേട്ടവും ഇല്ല എന്ന് ഞാൻ തെളിയിച്ചില്ല. ഇല്ല. ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ നടത്തുന്ന റൂട്ടിലിറങ്ങിയ കുറെ സംഗതികൾ ഒരു പ്രയോജനമില്ലാത്ത, ഉപദ്രവമല്ലേ, മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത, അതൊക്കെ ഒഴിവാക്കിയ തന്നെ നാട് നന്നാവും. അതെല്ലാം ഉപേക്ഷിച്ചാൽ തന്നെ ഈ നാട് നന്നാവും. അതുകൊണ്ടല്ല മുജാഹിദുകൾ നിങ്ങൾ നോക്ക്, ഞങ്ങൾക്ക് പ്രകടനമില്ല, ടിക്കറ്റിംഗ് ഇല്ല, ഹർത്താലില്ല, റാലിയില്ല. മടപുരികൾ റാലി ഇറക്കി കഴിഞ്ഞാൽ മനസ്സിലായി, നമുക്കതൊന്നുമില്ല. മുടി വ്യവസായത്തിനെതിരെ ഏറ്റവും ശക്തമായി നമ്മൾ ശ്രദ്ധിച്ചു, ശബ്ദിച്ചു. പക്ഷെ റോഡിലിറങ്ങി പ്രകടനം നടത്തി റോഡ് ബ്ലോക്കാക്കി. യമാഅത്തുൽ വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗ. വഴി ബ്ലോക്ക് ചെയ്യരുത്. നിങ്ങൾ കണ്ടിരുന്നു, ഒരു 100 കൊല്ലത്തിന്റെ പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്. ആലപ്പുഴയിലൊക്കെ എത്ര പ്രകടനം നടത്തി റോട്ടിലിറങ്ങി. ഈ സമ്മേളനം പോലും റോട്ടിലാണോ? അല്ലല്ലോ. ആളെ ബുദ്ധിമുട്ട് റോട്ടിലാണെങ്കിൽ പോലും ആളെ ബുദ്ധിമുട്ടിക്കാറില്ല നമ്മൾ. ഉണ്ടോ? ഒരു കസേര പോലും റോഡിന്റെ വക്കത്ത് വന്നാതെ എടുത്തു ലഭിക്കുന്ന പ്രബോധകരാണ് നമുക്ക്. നിഷേധിക്കാൻ കഴിയോ? എന്തുകൊണ്ട്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. മതം തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനില്ല. നബിദിനത്തിന് റാലി, ശ്രീകൃഷ്ണ ജയന്തി രണ്ടും തെറ്റാ. 2 കൂട്ടരും ചെയ്യുന്നത് തെറ്റാ. രണ്ടും മതം പഠിപ്പിച്ചതല്ല. മനസ്സിലായോ? അതുകൊണ്ടൊന്നും നാട് നന്നാവൂല. ശ്രീകൃഷ്ണൻ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അതനുസരിച്ച് ജീവിക്കി, അപ്പൊ നന്നാവും.
മുഹമ്മദ് നബി പഠിപ്പിച്ച എന്താ? റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്നാ. അതായത് ഒരു കല്ല് പോലും റോട്ടിൽ വീഴാൻ പാടില്ല, അത്ര പോലും ആളുകൾക്ക് തടസ്സം ഉണ്ടാകരുത് എന്ന്. എന്റെ ചെങ്ങായിമാരെ, പിന്നെ ഫ്രീഡം പരേഡ് NDF ആലപ്പുഴ നടത്തിയാലും കോട്ടയത്ത് നടത്തിയാലും ഫ്രീഡം പരേഡിന് റോഡ് ബ്ലോക്ക് ആവും. അത് റസൂലുള്ളാഹിന്റെ വചനത്തിനെതിരെയാണ്. നബിയോടുള്ള സ്നേഹം അവർ ചെയ്യേണ്ടതാ. പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുന്നവർ പോലും ചെയ്യേണ്ടത് എന്താ? റോഡിൽ ബ്ലോക്ക് വരുത്താതിരിക്കുക. മുജാഹിദ് പ്രസ്ഥാനം വാക്കും പ്രവൃത്തി ഒന്നാകണം എന്ന് വിചാരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അത് ഗൗരവമായ കാര്യം പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട് നന്നാകണം എന്നെന്താ വഴി? അതാണ് ഞാൻ ഇനി പറയാം. ഞാനതിന് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാം. ഈ ലോകത്ത് റഷ്യൻ വിപ്ലവം നടന്നു, ഫ്രഞ്ച് വിപ്ലവം നടന്നു, പല വിപ്ലവങ്ങൾ നടന്നു, 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു. ഒരുപാട് ആളുകൾ ലോകം ഭരിച്ചു. റഷ്യ, അമേരിക്ക, ഫ്രഞ്ച്, അതുപോലെ എവിടെ ലോകത്തിന്റെ പല രാജ്യങ്ങളും പലരാൽ ഭരിക്കപ്പെട്ടു. ഷിയാക്കളാൽ ഭരിക്കപ്പെടുന്ന പ്രദേശമുണ്ട്. അതുപോലെ പല ആളുകളാലും ഭരിക്കപ്പെടുന്ന നാടുകളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ലോക ചരിത്രത്തിൽ നിങ്ങൾ എടുക്കോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാട് ഭരിച്ചിരുന്നുവല്ലോ. ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ചു ഒരു നാട് ആ പ്രവാചക തിരുമേനി ഭരിച്ചിരുന്നുവല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മദ്യമുക്തമായ ഒരു രാജ്യം അദ്ദേഹം ഭരിച്ചു. പലിശമുക്തമായ ഒരു രാജ്യം അദ്ദേഹം കൺട്രോൾ ചെയ്തു. പലിശയില്ലാത്ത, പലിശ കൊടുക്കാത്ത, പലിശ വാങ്ങാത്ത ഒരു സമൂഹത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ഇല്ലേ? വേശ്യാലയമില്ലാത്ത, വേശ്യാവൃത്തി ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത, അനധികൃതമായ ഒരു പെണ്ണിന്റെ കൂടെ ഒരു മിനിറ്റ് പോലും ഇരിക്കണം എന്ന് ചിന്തിക്കാത്ത ഒരു ജനതയെ പ്രവാചക തിരുമേനി വാർത്തെടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അങ്ങനെ ഒരു ഭരണാധികാരിയുടെ പേര് പറ മക്കളെ. CPM-ന് അവസരമുണ്ട്, കോൺഗ്രസിന് അവസരമുണ്ട്, BJP-ക്ക് അവസരമുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവസരമുണ്ട്, എല്ലാവർക്കും അവസരമുണ്ട്. ഉണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ നിങ്ങൾ തെളിയിക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിച്ച പോലെ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഭരിച്ച പോലെ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം ലോക ചരിത്രത്തിലാണ് ഞാൻ പറയുന്നത്. 1400 വർഷത്തിന് മുമ്പ് ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി ആരാ? അതിന് ഇസ്ലാമിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. എന്തുകൊണ്ട്? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ കഴിഞ്ഞ ദിവസം മനസ്സിൽ ഉറപ്പിച്ചൊരു പോയിന്റ് എന്നറിയും. അദൃശ്യമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ പടച്ചോനെ പേടിക്കലല്ലാതെ മനുഷ്യനെ നന്നാക്കാൻ ഭൗതികമായൊരു നിയമമുണ്ടായി. കാരണം എന്താ? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ആ കണ്ട 2 പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പോരുമ്പോ നല്ല ഡ്രസ്സ് ധരിച്ചു. കാമുകൻ കയറുന്നതിന്റെ ഇപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് ഓന് വേണ്ടിയിട്ട് മാത്രം വേശിയായിട്ട് ഡ്രസ്സ് ധരിച്ചു. ക്ഷമിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് കുറച്ച് ആത്മരോഷം കൂടുതലാണ്, അതുകൊണ്ടാ. എന്റെ പേര് മുജാഹിദ് എന്നാണ്. ധർമ്മസമരം ചെയ്യുന്നവെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് എനിക്ക് ആ പേരിനോട് കൂറുപുലർത്തണം. ആ പേര് ഞാൻ നിമിത്തമായി പടച്ചതമ്പുരാന്റെ ഒരു വിധിയാണല്ലോ, അതിനോടും കൂറുപുലർത്തണം. ഞാൻ ചോദിക്കട്ടെ, ഈ അച്ഛന്റെ അടുത്തുനിന്ന്, അമ്മയുടെ അടുത്തുനിന്ന് ബാപ്പയും ഉമ്മയും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുമ്പോ ഈ കുട്ടി നല്ല വേഷത്തിൽ, എന്തേ കാരണം? അപ്പൊ കുട്ടി ആരാ പേടിക്കുന്നത്? അച്ഛൻ, അമ്മ, ബാപ്പ, ഉമ്മ. അവരെ മുമ്പിൽ ഞാൻ നല്ല ആളാണ്. സമ്മതിച്ചോ? ശരിയല്ലേ? ശരി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഓളെ വേശ്യയുടെ വസ്ത്രം ധരിക്കണം. ഓളെ കണ്ടാൽ 4 ആൾ നോക്കണം. ബുക്ക് ചെയ്ത സീറ്റ് അപ്പുറത്താണെങ്കിലും വെമ്പിൾ വന്നിരിക്കണം. സീറ്റുകാർ ചോദിക്കും, എന്റെ സീറ്റ് എവിടെയാ? അവിടെയാ. കാഴ്ച എവിടെയല്ലേ? ഇതൊക്കെ ട്രെയിനിലുള്ള അനുഭവമാണ്, മനസ്സിലായിക്കോളൂ. കാഴ്ച എവിടെയാണല്ലോ. ബുക്ക് ചെയ്ത ടിക്കറ്റ് B2 32 നീ ഇരിക്കണതോ A1 10 അതിന്റെ A1 10 കാഴ്ചയാണ്. A1 10 യുവതി വിവാഹത്തിന് മുമ്പ് തന്നെ പെണ്ണുങ്ങൾ ഒരുമ്പറ്റിറങ്ങിയാ പിന്നെ ആണുങ്ങൾക്ക് വേറെ വിശേഷമൊന്നും ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചെന്തറിയോ? ഈ കേരളത്തിന്റെ അവസ്ഥ അങ്ങോട്ടാ. പഠിപ്പിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചോ, ഇംഗ്ലീഷ് അക്ഷരം ഉച്ചരിക്കാനും എഴുതാനും വായിക്കാൻ, അത് മതി എന്നുള്ള ലോകത്ത് പഠിപ്പിച്ചോ. സെക്സേ പഠിച്ചു തിരിച്ചു വരും, വ്യഭിചാരം പഠിച്ചിട്ടാ തിരിച്ചു വരും ഭൂരിപക്ഷവും. എല്ലാവരും ഞാൻ പറയാനില്ല, നല്ല കുട്ടികളുണ്ട്, നല്ല മക്കളുണ്ട്, എല്ലാ വിഭാഗത്തിലും. ഭൂരിപക്ഷത്തിന്റെ കഥയും പറഞ്ഞു. ദൂരെ പഠിപ്പിച്ചോ പോയി. അന്നന്ന് പോയി വരാനും അച്ഛന്റെ അമ്മയുടെ ഒരു ശ്രദ്ധ കിട്ടുന്നിടത്താണോ വലിയ മാർക്കും കുന്ത്രാണ്ടോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും മോള് വേറൊരുത്തന്റെ കൂടെ പോവില്ല കേട്ടോ. മോള് പയച്ചൂന്ന് അച്ഛന്റെ ചെവി കേൾക്കേണ്ടി വരില്ല, അച്ഛന്റെയും അമ്മയുടെയും. എല്ലാരും ചിന്തിക്കുക. അപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള സ്ഥിതി എന്താ? ഏറ്റവും വലിയ വൃത്തികെട്ട എല്ലാ രീതിയും സ്വീകരിക്കുന്ന അവിടുത്തെ മാപ്പിളച്ചി പെൺകുട്ടി. ഏറ്റവും നല്ല മൊബൈൽ ആരുടെ കയ്യില? നല്ല മൊബൈൽ എന്ന് പറഞ്ഞാൽ വലിയ മൊബൈൽ. അത് ചുമക്കാൻ ഒരു പോർട്ടുള്ള വണ്ടി വരും, അത്ര വീതിയുള്ള സാധനം. കിടി
ആകാശത്തിന്റെ ചൂട്ടിൽ ജില്ലാ കളക്ടറാണല്ലോ എന്തെല്ലാം ചെയ്യാനുണ്ട് അല്ലേ? ഓഹൈ ഓഹൈ എന്താ ഒരു പോർട്ടറാണ് ഓളെ മൊബൈലിൽ ചുമക്കായി. കാരണം ഓളൊക്കെ ദൈവം സൃഷ്ടിച്ച കയ്യിൽ ഒതുങ്ങണ്ട സാധനം. സാംസങ്ങിന്റെ ഈ ഫ്ലാറ്റ് ഓളെ കയ്യിൽ ഒതുങ്ങണ്ടേ? അത് കൊണ്ടെടുക്കാൻ ഒരു പോർട്ടർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തേക്ക് മടങ്ങിപ്പോവാൻ. എന്റെ ആത്മരോക്ഷത്തിന് ശമനം തരണേ അല്ലാ ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, ശരിക്കും മനസ്സിലായിക്കോളി, ഈ കുട്ടി അടുത്ത സ്റ്റോപ്പിൽ നിന്ന് വളരെ മോശമായി. പിന്നെ തിരിച്ചു വരുമ്പോ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുക്കുന്നു. അവിടെ നല്ല വസ്ത്രം വെച്ച് ട്രെയിൻ ഇറങ്ങുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, അച്ഛന്റെ കണ്ണിൽ നിന്ന് മറയുന്നവരെ അച്ഛൻ എന്താ പ്രാർത്ഥിക്കുക? മനസ്സ് തട്ടി ബാപ്പ എന്താ പ്രാർത്ഥിന്റെ മോള് നല്ല കുട്ടി, നല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടി, രക്ഷപ്പെട്ടു. ആ അടക്കവും ഒതുക്കവും കാണണമെങ്കിലേ അച്ഛൻ മോള് കാണാതെ 3 കമ്പാർട്ട്മെന്റ് അപ്പുറത്ത് പോയിട്ട് അതേ ട്രെയിനിൽ കയറി മോളിരിക്കുന്ന സീറ്റ് നോട്ട് ചെയ്ത് അതിന്റെ അപ്പുറത്ത് ദേശം മാറി ഒന്ന് ഇരുന്ന് നോക്കണം. അപ്പൊ അറിയാം മകളാരാ, മകനാരാ, അച്ഛനാരാ, അമ്മയാരാ, ജ്യേഷ്ഠനാരാ, അനുജനാരാന്ന്. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് പടച്ചോനെ പേടിക്കലില്ലാതെ സദാ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിനെ ഇസ്ലാമിക ലോകം നന്നായത് അങ്ങനെയാ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1ാം വോള്യം 195 മുതൽ അദ്ദേഹം പറയാണ്, പേജ് മുതൽ പറയാണ്, സൗദി അറേബ്യ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നില്ല. സൗദി ഒരിക്കലും ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു നാടായിരുന്നില്ല. കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ഒരു നാട്, പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നാട്, ഒട്ടകത്തിന്റെ സഞ്ചാര ദിശക്കനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ചിരുന്ന ഒരു ജനത. ഒട്ടകം ഇങ്ങനെ പോവും, അവിടെ കുറച്ച് വെള്ളം ഉണ്ടാവും, അവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളം ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ അറിയാൻ കഴിയും. അത്രയും വലിയ കഴിവാണ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളമുള്ള സ്ഥലം അറിയാൻ കഴിയുന്നവർക്ക് ആ ദിക്കിലേക്ക് അവർ നടക്കും. അവിടെ ചെല്ലുമ്പോ ടെന്റ് കെട്ടും, ആ വെള്ളം കഴിയുന്നവരെ അവിടെ നിൽക്കും, പാടും, ആടും, വ്യഭിചരിക്കും, കള്ളുടിക്കും. ജീവിതത്തിൽ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല അറബികൾക്ക്. അങ്ങനെ പോയവരെ, അങ്ങനെ പോയിരുന്ന ഒരു ജനതയിലെ അതാ ചരിത്രം. മഹാമതിരിക്കാതെ ശിഷ്യശാഖാ സമന്വിതം ലിംഗച്ഛേദ ശിഖാഹീന. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രവാചകൻ, പറാൽ പർവ്വതത്തിലൊരു പ്രവാചകന്റെ വരവുണ്ടാവും. മുഹമ്മദ് എന്ന പേരിൽ അദ്ദേഹം ഖ്യാതി നേടും. ശിഷ്യന്മാരോടുകൂടി അദ്ദേഹം വാഴുകയും ചെയ്യും. മനസ്സിലായോ? ആ പ്രവാചകന്റെ വരവുണ്ടായി. പ്രവാചകൻ 40 കൊല്ലം അവിടെ ജീവിച്ചു. എല്ലാരും ചിന്തിക്കണം, അന്ന് കള്ളുകുടിയന്മാരുണ്ട് അവിടെ, വ്യഭിചാരികളുണ്ട് അവിടെ, പ്രവാചകൻ ഒഴികെ ബഹുഭൂരിപക്ഷം അവിടെ പിഴവിലാണ്. അപൂർവം ചില ആളുകൾ ഒഴിച്ചു. 10 ആളായിരുന്നു ആ നാട്ടില് ബിംബാരാധന ഇല്ലാത്തവര്. 10 ആള്. മുഹമ്മദ് നബി പ്രവാചകനാകുന്നതിന് മുമ്പ് അറബ് നാട്ടിൽ എത്രയുണ്ടായിരുന്നു? 10 ആള് ബിംബാരാധന ഇല്ലാത്തവര്. അപ്പൊ ആ നാടിന്റെ ആ സ്റ്റേറ്റിന്റെ ഒരു അവസ്ഥ അനുഭവിച്ചു. ദൈവത്തെ ആരാധിക്കുന്ന, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല നാട്ടിൽ. 10 ആള്. ഒരു പെണ്ണിനെ 10 പേര് മാറി മാറി വിയോഗിച്ച നാട്. എന്നിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ മുഖം നോക്കി ഭർത്താവിനെ നിർണയിക്കുന്ന, അച്ഛനെ നിർണയിക്കുന്ന ദയനീയമായ കാഴ്ച ഉണ്ടായിരുന്ന ഒരു നാട്. ജീവനോടെ പെൺകുട്ടിയെ കുഴിച്ചുമുടിയ ഒരു നാട്. കഥയല്ല, സാഹിത്യമല്ല, കവിതയല്ല, ഭാവനയല്ല. ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയ വാൽമീകിയുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ രൂപപ്പെട്ട മനുഷ്യാക പ്രതിഷ്ഠാന്ത പദ്മസാശു എന്ന് പറഞ്ഞല്ലോ, അതല്ല. പിന്നെന്താ? ചരിത്രമാണ്. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ച പ്രവാചകൻ ആ ജനതയെ മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മദ്യപാനീയ റോട്ടിൽ വീണ് കിടക്കുന്നത് കാണാത്ത ഒരു നാട്. ഞാൻ ഇന്നലെ വരുമ്പോ റോട്ടിലേക്ക് ഇങ്ങനെ ജനം ഒഴുകി വൻ ക്യൂ ആണ്. എന്തിന്? പേട്ട വെള്ളം കുടിക്കാൻ. കാട്ടറായി പലതിന്റെ കാഷ്ടവും പൈതാരയും വൃത്തികേടുകളും കുത്തിച്ചീച്ച് മിനുക്കിയ കൊഴുപ്പുവെള്ളം. മനസ്സിലായോ? കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും പഠിച്ച് ഒരു പുക വലിക്കുമെന്ന് തന്നെ 4000 കെമിക്കലാണെങ്കിൽ 4000 കെമിക്കൽ. നിക്കോട്ടിൻ മാത്രമല്ല, അതതിനൊരു വസ്തു മാത്രമാണ്. 4000 മലബന്ധനം, ശ്വാസതടസ്സം,
സിറോസിസ്, എന്തെല്ലാം 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 എന്തെല്ലാം. ആരെങ്കിലും വിമോചനം ഉണ്ടായോ? എഴുതി വെക്കണം. പിന്നെ നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇത് തെറ്റാകുന്നു എന്ന് എഴുതി വെച്ചാൽ തെറ്റ് ചെയ്യാം. അത് എഴുതിയിട്ടില്ലെങ്കിൽ ശിക്ഷിക്കും. എഴുതിയിട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇത് അങ്ങനത്തെ എനിക്ക് ഈ രാജ്യത്തെ കുറിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ പറയണേ ജനങ്ങളെ. എന്ത് ഇത് വേശ്യാലയമാകുന്നു എന്ന് എഴുതി വെച്ചാൽ പിന്നെ എത്രയാകാം. അത് എഴുതി വെച്ചില്ല ശിക്ഷിക്കും. അതുപോലെ സിഗരറ്റ് വലി അപകടമാകുന്നു, സ്മോക്കിംഗ് ഈസ് ടു ഇൻജൂരിയസ് ഹെൽത്ത്, എഴുതി വെച്ചില്ല കുഴപ്പം. എഴുതിയ കുഴപ്പമില്ല, എഴുതിയിട്ട് ചെയ്യും. കള്ളുകുടി ശരീരത്തെ കേടുവരുത്തും എന്ന് എഴുതി വെച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. തെറ്റാണെന്ന് എഴുതി വെക്കണം. ഞങ്ങൾ തെറ്റ് ചെയ്യുകയാവുന്നു. ആ എഴുതിയിട്ടില്ലേ കുറ്റം. പിന്നെ ചെയ്താലോ പ്രശ്നമല്ല. എല്ലാം അനുവദനീയം. മാറണം. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്ത് വേണമെന്ന് വിശ്വസിക്കുന്നവരാണ്. വെളുപ്പുള്ള എല്ലാവരെയും തൂത്തുവാരിയിട്ട് വേറൊരു നവലോകക്രമത്തിന് വേണ്ടി ജീവിക്കുന്ന ആത്മാർത്ഥതയുള്ള ആൺകുട്ടികളുടെ ഒരു കൂട്ടായ്മ ഇവിടെ രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ ഉണ്ടാവണം. ഇല്ലെങ്കിലേ അനുഭവിച്ച് തീർക്കലേ രക്ഷയുള്ളൂ. സ്വന്തം വീടുകളിലേക്ക് ഈ തിന്മ കുത്തിയിറങ്ങുമ്പോഴും അതിന്റെ വേദന കൊണ്ട് നൂൽക്കെട്ടുകളിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥ ഈ രാജ്യത്തിനുണ്ടാകും. അതവിടെ വരാൻ പോണത്. അതുകൊണ്ട് ശക്തമായി ചിന്തിക്കണം. അതിശക്തമായ ആലോചനകൾ വേണം. അല്ലെങ്കിലേ വീടിന്റെ ഉള്ളറകളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ പതിരുകൾ ഉണ്ടാവില്ല. ആ ബോധത്തിലേക്ക് മടങ്ങിപ്പോണം. അതിനാണ് ഞാൻ നിങ്ങളോടൊരു ചരിത്രം പറയുന്നത്. സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലം സകല തിന്മകളുടെയും കേന്ദ്രമായിരുന്നു. പ്രവാചകൻ നബിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നതിന് മുമ്പ് എല്ലാ തിന്മകളുണ്ടായിരുന്നു അവിടെ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, ആ ജനതയെ മുഹമ്മദ് നബി ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വിഭാഗമാക്കി മാറ്റി. എങ്ങനെ? ഇനിയുള്ള എന്റെ പ്രസംഗത്തിന്റെ പോയിന്റ് അതാ. എങ്ങനെ? സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമർ ബിൻ ഖത്താബിന്റെ ഭരണമാണ്. വേറൊരാളെ പേരും മഹാത്മാഗാന്ധി പറഞ്ഞില്ലല്ലോ. എന്തേ പറയാതിരുന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയിൽ നിന്ന് 41 കോടി ഇന്ത്യൻ ജനതയുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി ഇന്ത്യ സ്വതന്ത്രമായപ്പോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധി പറഞ്ഞത് എന്റെ ഉമറിനെ പോലുള്ള ഒരാൾ ഭരിക്കട്ടെ എന്നാണ്. എന്റെ ഉമർ ബിൻ ഖത്താബ് ഖത്താബിന്റെ മാറ്റം. ഈ ഉമർ ആരാ? ചരിത്രത്തിൽ പഠിച്ചോ? ഖലീഫ ഉമറിന്റെ കഥ സ്കൂൾ കുട്ടികൾ പഠിക്കാത്തതുണ്ടോ കേരളത്തിൽ? ഉണ്ടോ? ആരാ ഖലീഫ ഉമർ? കൊട്ടേഷൻ പാർട്ടിയായി ഡയറക്ടറായി വാളൂരിയാൽ രക്തം കാണാതെ വാള് തിരിച്ചുറയിൽ വെക്കാത്ത ഒന്നും കൊലവിളി നടത്തിയും ഉമറിന്റെ പേര് കേട്ട കുട്ടികളെ മൂത്രമൊഴിച്ചു പോകുന്ന ധിക്കാരിയും താന്തോമിയുമായ സകല വൃത്തികേടുകളുടെയും മൂർത്തിമദ്ഭാവമായ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിലെ നീതിയുടെയും പടച്ചോനപ്പേടിയുടെയും മഹാഉദാത്തമായ മാതൃകയായി എങ്ങനെ മാറി ബാല? എങ്ങനെ മാറി ദേവദാസെ? എങ്ങനെ മാറി രാഷ്ട്രീയക്കാരെ? എങ്ങനെ മാറി? എങ്ങനെ മാറി? അത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. എങ്ങനെ മാറ്റമുണ്ടായി? മനസ്സിലായോ? ഈ ബിൽഡിംഗ് എത്ര മനോഹരമാണ്. ആരാടാ ഇതിന്റെ സ്ട്രക്ചറിന്റെ? ആരാ ഇതിന്റെ ഡിസൈനർ? ആരാ ഇതിന്റെ ഗ്രാഫിക് വരച്ചത്? ആരാ ഇതിന്റെ ആർക്കിടെക്ട്? ആരാ ഇതിന്റെ എഞ്ചിനീയർ? ചോദിക്കാറില്ലേ? ഉമർ ബിൻ ഖത്താബ് എന്ന നീതിമാനായ ഒരു ഭരണാധികാരിയെ അങ്ങ് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഒട്ടകക്കുട്ടി വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടാൽ ഈ ഉമർ ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന നീതിബോധത്തിൽ ആ ഉമറിനെ വളർത്തിയത് ആരാ? അത് പഠിക്കണം രാമേട്ട എന്നാണ് പറയും. അത് പഠിക്കണം സുരേന്ദ്ര, അത് പഠിക്കണം ബഷീറെ. എങ്ങനെ മാറ്റണ്ടായി? അതിങ്ങനെ ഓം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടായതല്ല. ചുയറ്റിയെടുത്തിങ്ങനെ കൊടുത്തിട്ടുണ്ടായതല്ല. അത് തത്വങ്ങൾ പഠിപ്പിച്ച് ജീവിത വിശുദ്ധി പ്രസംഗിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാക്കിയത്. വയല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉഖാളയിലും ദുൽമജാസിലും മജന്നായിലും വേദഗ്രന്ഥം ഓതിക്കൊടുത്തുണ്ടാക്കിയത്. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ കണ്ണും ചുമ്മി ആളെയും പറ്റിച്ചു നെഞ്ഞത്ത് ഇങ്ങനെ വെച്ച് തട്ടിപ്പ്, ശുദ്ധമായ മത തട്ടിപ്പ്. ഞാൻ നിങ്ങളോട് പറയാം, തങ്ങളും ബീവിയും ഷെയ്ഖും മുജീദും സ്വാമിയും പള്ളിയിലച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം നല്ലൊരു ശതമാനം ഈ തട്ടിപ്പാണ്. അത് നിങ്ങൾ ശരിക്കും നമ്മൾ വിചാരിക്കും ഭരിക്കുമ്പോ ഒപ്പം
തന്നെ ദൈവം ഇറങ്ങി താഴെ വീട്. ഓന്റെ മനസ്സിൽ തന്നെ ബലി തട്ടിയിട്ടില്ല. ഓൻ കുറെ കൊല്ലമായി ശീലിച്ചിട്ട് ഇത് കാണുന്ന പിടിച്ചോണ്ട് വിചാരിക്കുന്നല്ലോ. ഇപ്പൊ കുട്ടി ഇപ്പൊ ഞാൻ ധനാഢ്യനാവും. എന്നാ അത് വലിച്ചല്ലോ നമ്മളെ പ്രിയ പടച്ചവേ. മനുഷ്യന്മാരെ നേരം വെളുക്കണം, ഇനിയെങ്കിലും നേരം വെളുക്കണം. ഈ സൗദി അറേബ്യയിലെ ഉമർ ഇബ്നുൽ ഖത്താബ് 20 ഭൗതിക സാമ്രാജ്യങ്ങൾ, ഒരു നാടൊന്നല്ല. ഇസ്ലാമിന് കീഴിൽ റോമും പേർഷ്യയും ഈജിപ്തും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഭരിച്ച ഇന്ത്യയുടെ സ്ഥലം വരെ കോൺസ്റ്റാന്റിനോപ്പിൾ. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രചാരം നേടി. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിച്ച്. ഒരേക ആത്മീയ സാമ്രാജ്യവും 20 ഭൗതിക സാമ്രാജ്യവും. നീതിയുടെ ഏറ്റവും വലിയ ഒരു യാചകൻ ഇങ്ങനെ യാചിച്ചു വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ചാട്ടവാറോങ്ങി. അരുത്, ഇസ്ലാമിക രാജ്യത്ത് യാചന പാടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമല്ല, ഞാൻ ജൂതനാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ ജൂതനാണ്, ഞാൻ മുസ്ലിമാണ്, അതാ പ്രശ്നം. ഞാൻ മുസ്ലിം ആണ് എന്നുള്ളതാ പ്രശ്നം. ഞാൻ മുസ്ലിം ആയതാ പ്രശ്നം. കാരണം മുസ്ലിമിന്റെ നാട്ടിൽ തോന്നിയാക്കാൻ പറ്റില്ല. അത് അന്നുണ്ടോ അങ്ങനെ ഒരു മുസ്ലിം? ഇന്നുണ്ടോ? ഏറ്റവും കൂടുതൽ വേശ്യകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നവരെയാ അറബ് രാജ്യത്തല്ലേ. ഞാൻ പേര് പറയില്ല, പേര് പറഞ്ഞ ആർക്കും വേദന വേണ്ട. അല്ലേ? ഏത് ലോക സുന്ദരികളെയും അന്തപുരങ്ങളിൽ എത്തിക്കലല്ലേ ഭരണാധികാരികൾക്ക് പല നാടിലും പണി. ഞാൻ അതൊന്നും പറയില്ല, ആരെയും കിളിപ്പെടുത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ യാചിച്ചവരോട് പറഞ്ഞു, വേണ്ട, പാടില്ല, ഞാൻ ജൂതനായിരുന്നു, ഞാൻ മുസ്ലിമാ, ഇവിടെ പറ്റില്ല, ഈ രാജ്യത്ത് പറ്റില്ല. അപ്പൊ ആരോഗ്യം ഞാൻ അങ്ങനെ ജീവിക്കും, അതിനല്ലേ ഞാൻ ഇവിടെ. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, അതിനാണല്ലോ ഞാൻ ഇവിടെ. നിങ്ങൾ പട്ടിണി എടുക്കണ്ടേ, നിങ്ങൾക്ക് ഭക്ഷണം തരാനേ ഞാൻ ഇവിടെ ഭരണാധികാരിയായത്. അല്ലാതെ നിങ്ങളത് വിട്ടടിക്കാനല്ല. എത്ര കൂലി മുക്കിച്ചപ്പോ ജയിലിലേക്ക് പോയത്? നമ്മൾ വെള്ളക്കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനൊക്കെ നിൽക്കുന്നുണ്ടാ വിചാരിക്കും ഇതൊക്കെ നിറകുടങ്ങളാ, മാലാകമാരാ. മനസ്സിലായി? ആരാന്റെ കത്തിട്ട് ഇങ്ങനെ ആയിപ്പോയതാ. മനസ്സിലാക്കണ്ടോ? ഈ രാജ്യത്തിന്റെ ഖജനാവ് മുഴുവൻ ഭാര്യ മിനുങ്ങിയിട്ട് തികയണ്ടേ? ആർത്ത് തീരാത്ത ത്വരമൂരത്താത്ത നമ്മുടെ നാടും നഗരവും. ഉമർ ഇബ്നുൽ ഖത്താബ് ആ ജൂതനോട് പറഞ്ഞെന്തറിയോ? ഇനി ഒരിക്കലും നീ യാചിക്കേണ്ടി വരില്ല. നിനക്ക് എന്താ ജീവിക്കാൻ ആവശ്യം, അത് ഇസ്ലാമിന്റെ ഖജനാവെന്ന് നിന്റെ വീട്ടിലെത്തും. നീ ഇവിടെ വന്ന് നോട്ടീസ് തന്ന് കയ്യിട്ട് ഇങ്ങനെ കണ്ട, അത് നിന്റെ വീട്ടിലെത്തും. അതുകൊണ്ടാ മഹാത്മാഗാന്ധി പറഞ്ഞ് ഇന്ത്യ ഭരിക്കേണ്ടത് ഉമറാ. മനസ്സിലായോ? നേരത്തെ വികലാംഗന് പ്രത്യേക കൗണ്ടർ ഇട്ടല്ലോ. ക്രെഡിറ്റ് ആണതെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വികലാംഗന്മാരെ ഇനി കള്ളിന് ക്യൂ നിൽക്കേണ്ടതില്ല, മന്ത്രി MLA യും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും എന്ന് പറഞ്ഞോളി. ക്ഷമിക്കണം. നമ്മുടെ നാടിന്റെ അവസ്ഥ ഓർത്ത് വിഷമം കൊണ്ട് പറയാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ലോകം നന്നാവുന്നു എന്നുള്ള ഒരു അതിവിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ എന്നോട് എന്റെ റബ്ബ് ചോദിക്കൂല, ആരും ആദരത്തിനില്ല റബ്ബിക്കും വലഅല്ലക്കും യത്തഖൂൻ. പടച്ചോനെ, നിന്റെ ഡ്യൂട്ടി മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ, ഡിപ്പാർട്ട്മെന്റിനെ മാനിക്കാതെ സത്യസന്ധമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ റബ്ബേ ആരെയും പേടിച്ചില്ല. الذين يبلغون الرسالات الله ويخشونه ولا يخشون احدا الا الله وكفى بالله حسيبا. 33-ാം അധ്യായം 39-ാമത്തെ വചനം. ദൈവമാർഗത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുമ്പോ വേറൊരാളെയും പേടിക്കരുത്. പേടിച്ചാൽ ലോകം നന്നാക്കാൻ കഴിയില്ല. നാട്ടുകാർ പേടിച്ചാൽ ലോകം നന്നാവൂല. സമൂഹത്തെ പേടിച്ചാൽ ലോകം നന്നാവൂല. നേർക്ക് നേരെ ഇവിടെ പറയാത്തതാ കുഴപ്പം. പറഞ്ഞാൽ നാട് നന്നാവും. ഒരുപാട് തെളിവുകളുണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ ഉമർ, അതാണ് എന്റെ പോയിന്റ് കേട്ടോ. എന്റെ പോയിന്റ് അതാ, ഇങ്ങനെ നീതിമാനായ, നോക്ക്, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അമുസ്ലിങ്ങൾ കൂടുതലുള്ളൊരു നാട്ടിലാണ് ഞാൻ ഇപ്പോഴും അപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഖലീഫ ഉമറിനെ കുറിച്ച് പഠിക്കുന്ന ബുക്കിലെന്താ, ഒരു സ്ത്രീ ഒരു മൺകുടത്തിൽ വെള്ളം വെച്ച് കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി മക്കൾ അതിന്റെ ചുറ്റിലിരുന്ന് കരഞ്ഞ് ഉറങ്ങുന്ന ഒരു രംഗം. എന്നിട്ട് ഖലീഫ ഉമർ ഈ രംഗം കണ്ട് കരഞ്ഞ് ഗോഡൌണിൽ പോയി മാവ് ഷോൾഡറിൽ ചുമന്ന്, സ്വന്തം ഷോൾഡറിൽ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, വെറുമൊരു രാജ്യത്തിന്റെ അല്ല, 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച ഒരു ഭരണകൂടത്തിന്റെ ഭരണാധികാരി, ആ ഭരണാധികാരി സ്വന്തം ഷോൾഡറില് മാവ് ചുമന്നുകൊണ്ട് കൊണ്ടുവന്ന് എന്നിട്ട് ഈ സാധു കുടുംബത്തിന് ഇത് കൊടുത്ത് അവരെ ചപ്പാത്തി ഉണ്ടാക്കി ചുട്ട് മക്കൾക്ക് കൊടുത്ത് സന്തോഷിക്കുന്നത് വരെ ഒരു വൃത്തിനെ പോലെ ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന
മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ ഒരു വ്യക്തിയെ? നമ്മൾ ആലോചിക്കും, ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി, ഏറ്റവും വലിയ നീതിമാനായി രാജ്യം ഭരിക്കുന്ന ഒരവസ്ഥ വന്നത് ഒരു അത്ഭുതമല്ലേ? നിങ്ങൾ നോക്കി, കേരളത്തിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്ന ആൾ പൊന്നാനിയുണ്ട്, മുസ്ലിങ്ങൾ. ആ പൊന്നാനിയിൽ ഒരു ഭരണാധികാരി വന്നു. ആ നാട്ടിൽ ഒരൊറ്റ മനുഷ്യരെയും കത്തിപയോഗിച്ചോ തോക്കുപയോഗിച്ചോ അല്ല, ഉപദേശിച്ചിട്ട് നന്നാക്കി. അവിടെ കള്ളുടിയന്മാരെയല്ല, വ്യഭിചാരികളില്ല, ബലാത്സംഗങ്ങളില്ല, സിനിമയില്ല, കള്ളുഷാപ്പില്ല എന്നൊരവസ്ഥയിലേക്ക് 5 കൊല്ലം കൊണ്ടൊരു നാടിനെ വളർത്തിയാൽ ഇന്ന് ലോകത്തിന് അയാൾ ഫേമസ് ആവോ? ആ പ്രസിഡന്റ് ലോകത്ത് ഫേമസ് ആവോ? ആ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകൂല്ലേ? എങ്കിൽ മുഹമ്മദ് നബി എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ലോകം ഭരിച്ച കാലഘട്ടം ലോക ചരിത്രത്തിലെ ഏറ്റവും നീതിനിഷ്ഠമായ കാലഘട്ടം. എന്റെ ചോദ്യം, ഇങ്ങനെ ഇവരെ മാറ്റിയത് എന്തായി? ആ പോയിന്റാണ് ഞങ്ങൾക്ക് മതം സുരക്ഷയാകുന്നു എന്ന വിഷയത്തിൽ അവതരിപ്പിക്കാൻ. മനസ്സിലായോ? അവിടെയാണ് ഏറ്റവും രസകരമായ ഒരു പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന്റെ മുമ്പത്തെ 40 കൊല്ലം ശ്രദ്ധിക്കും. ആ 40 കൊല്ലം പ്രവാചകൻ കള്ളുടിച്ചിരുന്നോ? നഊദുബില്ലാ, ഇല്ലോ? കള്ളിന്റെ ഒരംശം പോലും വിരലിലോ കയ്യിലോ ശരീരത്തിലോ ഉറ്റുപോലും ചെയ്തിട്ടുണ്ടോ? സുഹൃത്തുക്കളുടെ കൂടെ പോയി ഇങ്ങനെ കുടിച്ചോളി, എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാനവരെ പറഞ്ഞോ? ഇല്ല. ബിംബാരാധനയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചന അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായോ? മഹാന്മാരെ വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. തെറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു തെറ്റ് 40 വയസ്സ് വരെ അദ്ദേഹത്തിനുണ്ടായോ? ഒരു കല്യാണ വീട്ടിൽ സംഗീതം നടന്നിട്ട് പോലും അവിടെ കാണാൻ വേണ്ടി പുറപ്പെട്ടിട്ട് അവിടെ എത്തിയോ? ഒരു മരിച്ചുവട്ടിൽ അവിടെ ഉറക്കിക്കളഞ്ഞു. കാണ്ടാർന്ന് സംഗീതത്തിൽ പങ്കെടുക്കേണ്ട ആളല്ല നിങ്ങള്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സംഗീതം വിലക്കി. അപ്പൊ പ്രവാചകനെ തുണ്ടും പിപ്പി അനുവദിക്കുന്നു. സലാം സുല്ലമി പറഞ്ഞ വിവരക്കേട് ലോകത്തിന് മുസ്ലിമിന് പറയാൻ പറ്റില്ല, സുല്ലമിക്ക് പറയാം കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സഹാബത്തിന്റെ വീട്ടിലും ഹാർമോണി ഉണ്ടായിരുന്നു. അത്തൗഹീദിൽ എഴുതിയതാ, മടവൂരികളുടെ അത്തൗഹീദിൽ എഴുതിയതാണ്. എന്ത്? എല്ലാ സഹാബിമാരുടെ വീട്ടിലും ഹാർമോണി ഉണ്ടായിരുന്നു, വയലിനും ഉണ്ടായിരുന്നു. വലിക്കണേ. ഇനി അടുത്തത് അതൊക്കെ ആയിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ അത്തൗഹീദിൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാ സഹാബിമാരുടെ വീട്ടിലും ഒരു ക്യാബറ ഡാൻസ് എടുത്തുന്ന ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ സുല്ലമിക്ക് ഇഷാറ അങ്ങനെ കൊണ്ടുവെടുക്കാലോ. ഏത് മതപണ്ഡിതന്മാർ പഠിച്ചെടുത്ത് തലതിരിഞ്ഞ സുല്ലമിയോ സലാം സുല്ലമി. അപ്പൊ സലാം സുല്ലമിക്ക് പഠിക്കുക TP ഒക്കെ. മനസ്സിലായില്ലേ? സലാം സുല്ലമിന്റെ എല്ലാ വിവരക്കേടും ഉണ്ടാകാൻ നോക്കുകയാണ് അനീഫായ കൂടി അബ്ദുറഹ്മാൻ തലത്തിയോ. മനസ്സിലായോ? അതുകൊണ്ട് ലോകവും കാലവും നന്നാവില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലക്കാലം ഒരു തിന്മയും ചെയ്തില്ല. പോയിന്റ് അതല്ല. രണ്ടാമത്തെ ശ്രദ്ധിച്ചോ. നബി കള്ളു കുടിച്ചില്ല എന്നുള്ളത് കൊണ്ട് നബിയെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും കള്ളുകൂടി ഒഴിവാക്കിയോ? എന്താണ് മുഹമ്മദ് നബി ബിംബാരാധന നടത്താത്തതെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ബിംബാരാധന നടത്താതിരുന്നു? ഇല്ല. എന്നാൽ പ്രവാചകനായത് മുതൽ കള്ളുകുടി നിർത്തുന്നു, ബിംബാരാധന നിർത്തുന്നു, തോന്നിയാസം നിർത്തുന്നു, കുട്ടിയെ കുഴിച്ചുമൂടൽ നിർത്തുന്നു. എന്ത് കാരണം? അവിടെയാണ് ഖുർആൻ മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ. ഖുർആൻ അത്ഭുതമാകുന്ന അവിടെ. ഖുർആൻ ഇറങ്ങിയത് മുതൽ മാത്രമല്ല, ഒരാള് നല്ല മനുഷ്യനെന്ന് വിചാരിക്കുക, ഒരാൾ ഒരു തെറ്റ് ചെയ്യും, പക്ഷെ അയാൾ ഒരു തെറ്റിനെ എതിർക്കുന്നില്ല, അയാളെ നന്മ അയാൾ ജനങ്ങളോടിട്ട് പറയുന്നില്ലെങ്കിൽ അയാൾക്ക് ഒരു മാറ്റവും ലോകത്തുണ്ടാക്കുന്നു. ഒരു മാറ്റവും അയാൾക്ക് ഉണ്ടാക്കുകയില്ല, ലോകത്തുണ്ടാക്കാൻ കഴിയും. അപ്പോ നമുക്ക് ഒരുപാട് ആളുകളെ പറ്റി നമുക്ക് അങ്ങനെ അറിയാം. ശിർക്കയില്ല, കുഫ്രിയില്ല, പക്ഷെ അയാൾ ശിർക്കിനെയും കുഫ്രിനെയും എതിർക്കൂല. അങ്ങനത്തെ ആളുകൾ ലോകത്തുണ്ടാവും. ഒരു തിന്മയെ എതിർക്കുമ്പോഴാണ് സമൂഹത്തിൽ അനുകൂലവും പ്രതികൂലമായ മാറ്റം ഉണ്ടാകും. സമൂഹം നടന്നു നീങ്ങുന്നതിനെ അനുകൂലിച്ച് നിൽക്കലല്ല. ഞാൻ ഏതായാലും തിന്മയിലൊന്നുമില്ല, ഞാനിതിനൊക്കെ എതിർക്കാനുമില്ല എന്നല്ല. ഇസ്ലാമിന്റെ പ്രത്യേകത അതല്ല. അൻ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി വഇൻ ലം യസ്തതി ഫബിലിസാനിഹി വഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്വഫുൽ ഈമാൻ. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടുക്കേണ്ടവർ അത് കൈകൊണ്ട് തടുക്കണം, കൈകൊണ്ട്
തടുക്കേണ്ടവർ അത് കൈകൊണ്ട് തടുക്കണം. അപ്പം ഇടുക്കി ഡാം സൈറ്റിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ മൊബൈൽ പോലും പറ്റില്ല, മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ആളുകളെ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എയർപോർട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോകുന്ന ഏരിയയാണ് ഇടുക്കി ഡാം സൈറ്റിലേക്ക് ഒരാൾക്ക് പ്രവേശനം. ആ സ്ട്രിക്റ്റിനെ ലംഘിക്കുന്ന ആരും അവിടെ ഇല്ല. ആരും അവിടെ ലംഘിച്ച് മൊബൈലും ക്യാമറയായിട്ട് അവിടെ പോകുന്നില്ല. അവിടെ സ്ട്രിക്റ്റ് ആണ് ആ നിയമം. അതുകൊണ്ട് അവിടെ എന്താണ്, മൊബൈൽ എല്ലാരും വണ്ടിയിൽ വെച്ച് പോരണം എന്ന് എല്ലാരും പോകുമ്പോൾ വിളിച്ചു പറയും, എടാ അവിടെ സ്ട്രിക്റ്റ് ആണ്, മൊബൈൽ വണ്ടിയിൽ വെച്ചോ, എടുക്കണ്ട, പിന്നെ പോലീസുകാർ സൂക്ഷിച്ച് ചിലപ്പോൾ കിട്ടിയില്ല ചിലപ്പോൾ കിട്ടിയില്ല എന്നൊരു അങ്ങനാവും, അതുകൊണ്ട് കാറിൽ വെച്ചോ അവിടെ പാടില്ല. ഈ നിയമത്തിന്റെ സ്ട്രിക്റ്റ് കൊണ്ടല്ലേ അവിടെ അത് വന്നത്? അല്ലേ അല്ലേ ഏതൊരു നിയമവും ഇപ്പൊ കൃഷ്ണാർ സിംഗ് നിയമം ശക്തമാക്കി വാഹന ഗതാഗത മേഖലകളിൽ കുറെ മാറ്റം ഉണ്ടായി കേരളത്തിൽ. അങ്ങനെ ഒരു 5-10 പേരുണ്ടായാലോ സത്യത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഈ ജനങ്ങളുടെ 10% ആളുകൾ നന്നായ ഇന്ത്യ നന്നാവും. ഡിപ്പാർട്ട്മെന്റിൽ 10 പോലീസുകാർ നന്നായി, രാഷ്ട്രീയത്തിൽ 10 ആള് നന്നായാൽ മതി. പക്ഷെ നല്ലത് ആയിരിക്കണം, A to Z. എന്നാ അത് മതി നിങ്ങൾ ബേജാറൊന്നും വേണ്ട. കുറെ ആളുണ്ടായാലും നാട് എന്നാന്ന് വിചാരിക്കണ്ട. മഹാത്മാഗാന്ധി കരാട്ടയും കബഡിയും കളരിയും എടുത്തു മാറി വലുതു മാറി മാറിക്കെട്ടി വലിഞ്ഞ പറഞ്ഞ് 100 അമർന്നിട്ടൊന്നുമില്ല. 100 അമരാനുള്ള ശരീരം തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് കുപ്പായം പോലും ഇടാണ്ട്. എന്നിട്ട് ബ്രിട്ടീഷുകാരും മഹാത്മാവിനെ എങ്ങനെ കണ്ട അവന്റെ തൂക്ക് ഇങ്ങനെ വെറുക്കും. അതെന്തേ? ഇപ്പൊ കുൻഫും കുഫും ഒക്കെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. മനസ്സിലായോ? ബോക്സിംഗും കുൻഫും ഒന്നും പഠിച്ചിട്ടല്ല. നമ്മളുടെ കുട്ടികളുടെ മസിലൊക്കെ പെരുപ്പിച്ച് ബോക്സിംഗ് ആയിട്ട് അതിനൊന്നും ആവശ്യം. ഇച്ഛാശക്തി ഉണ്ടായാലും നല്ലൊരു മനസ്സും അതുണ്ടാകണോ. ഇനി ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇനി ഭരിക്കുകയാണെങ്കിൽ ലോകം അവസാനിക്കുന്നവരെ ഇന്ത്യ സ്വതന്ത്രമാവില്ല. കാരണം എന്താ, സ്വതന്ത്രാണ് നേരെന്ന് 4 വർത്താനം പറയാൻ ആൺകുട്ടികൾ ഉണ്ടാകണ്ടേ? കള്ളു കുടിച്ച് നേരെ ചൊവ്വ 4 അക്ഷരം മലയാളം പറയാൻ അറിയുന്നവരുണ്ട്. 4 അക്ഷരം മലയാളം ഉച്ചരിക്കാൻ പറ്റുന്നവര് ഉണ്ടോ? അതുകൊണ്ട് ജനങ്ങളെ അതാ ഡൽഹിയില് ഒരു പെൺകുട്ടിയെ 6 പേര് ബലാത്സംഗം ചെയ്തല്ലോ. 4 പേര് എങ്ങനെ എന്താക്കി തൂക്കിക്കൊല്ലേ വിരിച്ചു അല്ലേ? അത് വിരിച്ചപ്പോ ഫേമസ് ആയത് ഇസ്ലാമാണോ അല്ല ഇവിടുത്തെ നിയമാണോ? ഇസ്ലാം എന്താ പറഞ്ഞത്? വ്യഭിചാരത്തിനും ബലാത്സംഗത്തിനും ഒക്കെ ഇസ്ലാം പറഞ്ഞ ശിക്ഷ എന്താ? കൊല്ലുക എന്നുള്ളത്. ഓനെ വെച്ചേക്കരുത് മണ്ണില്. നടപ്പായോ? ഇനി ഡൽഹിയിലെങ്ങാനും 4 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കുന്നു കൂടി സാമൂഹ്യ നായകന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? വലിയത് നമ്മൾ മതം എന്താ പഠിപ്പിച്ചേ? ഇസ്ലാം എന്താ പഠിപ്പിച്ചേ? വിവാഹിതനാണ് വ്യഭിചരിക്കുന്നെങ്കിൽ ഓനെ കൊല്ലണം. വിവാഹത്തിന് മുമ്പാണെങ്കിൽ ഓനെ അടിക്കണം. മനസ്സിലായോ? ഓനെ അടിക്കണം. ആവർത്തിച്ച് 100 കവിയാത്ത അടി. അല്ലേ? ഇങ്ങനെയല്ലേ ഇസ്ലാം പഠിപ്പിച്ച്? ആ നിയമം നിലനിന്ന കാലം. ഇനി ഇതിനേക്കാൾ അപ്പുറത്തായിരുന്നു ഇസ്ലാം. അതായത് എന്നെ എന്റെ ദൈവം കാണുന്നു, ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു എന്നെ അറിയുന്നു. അലം യഅലം ബി അന്നല്ലാഹ യറാ, സദാ നിന്റെ റബ്ബ് കാണുന്നു, നിന്റെ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദീദീപികൻ, വിരാട് പുരുഷൻ, ഇരണ്യഗർഭൻ, ഭേദകൂൺ, ഇതുവാൻ, ഒരിക്കലും കാഴ്ച നഷ്ടപ്പെടാത്ത സർവേശ്വരൻ നിന്നെ കാണുന്നു. അല്ലേ? സായിബാബയുടെ കിഡ്നി വീക്കായി, ആമാശയവും ശ്വാസകോശവും ഒക്കെ കേടുവന്നു. അങ്ങനെ ഡൗണായി താഴെ വീണു. കാഴ്ചക്ക് മങ്ങലുണ്ടായി, മരിച്ചുപോയി. അദ്ദേഹത്തിന് ഇനി ലോകത്തെടുക്കണമൊന്നും കാണാൻ കഴിയില്ല. എന്നും കാണുന്ന, എല്ലാം കാണുന്ന ലോകത്തിന്റെ നാഥനിലേക്ക് ഇസ്ലാം മനുഷ്യരെ ക്ഷണിച്ചു. അതിനൊന്നാമതായി ഇസ്ലാം ചെയ്തത് എന്താ അറിയുങ്ങള്? അതാണ് കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന മനുഷ്യരോട് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു. എല്ലാരും കുറച്ചുകൂടി ഒരു ആത്മബന്ധമായി ചിന്തിച്ചു നോക്ക്. ഇസ്ലാം മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന് പഠിപ്പിച്ചു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ചു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സ്വർഗ നരകങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചു. മനസ്സിലായോ? ആ സ്വർഗവും നരകവും രക്ഷാശിക്ഷകളുടെ കേന്ദ്രമാണെന്ന് പഠിപ്പിച്ചു. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച അജയ്യനും അനുപമനും അദ്വിതീയനും പ്രപഞ്ചാതീതനുമായ ഒരു സൃഷ്ടാവുണ്ട് എന്നും ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ? ഇസ്ലാം ഒരു ഏകദൈവ ആരാധന സമർപ്പിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ.
കല്ല്, മുള്ള്, മുരട്, മൂർഖൻ പാമ്പ്, കാഞ്ഞിരക്കുറ്റി, ആൽത്തറകൾ, മക്ബറകൾ, ചാറങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, അൽത്താരകൾ, മാലാകമാർ, ജിന്നുകൾ, അതുപോലെ ദേവീദേവന്മാർ, പ്രവാചകന്മാർ, ഔലിയാക്കൾ, ഇവരൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചു. ഇസ്ലാം പറഞ്ഞു മനുഷ്യൻ വേറെ, സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടിയുടെ ചാബല്യങ്ങളോ സൃഷ്ടിയുടെ ദോഷങ്ങളോ സൃഷ്ടാവിനില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ. ഇസ്ലാം മനുഷ്യനിൽ ദൈവത്വം ആരോപിക്കുന്നില്ല. അതായത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ സൂഫികൾ, അദ്വൈതവാദികളെ പോട്ടെ, സൂഫിസം എന്താ പറഞ്ഞേ? അനൽ ഹഖ് അൻതൽ ഹഖ്, ഞാനും ദൈവം നീയും ദൈവം. എത്രത്തോളം സൂഫികൾ പറഞ്ഞു എന്നറിയോ? പത്തിരിയില്ലേ, പത്തിരി നമ്മൾ തിന്നണ രാവിലെ, അത് പടച്ചോനാന്ന് വരെ പറഞ്ഞു. അപ്പോ പത്തിരിയാകുന്ന പടച്ചോനെ മനുഷ്യനാകുന്ന പടച്ചോൻ തിന്ന്. അന്ന് ഉളമ്പാറില്ലാത്തോണ്ടായിരിക്കും ഓനെ കൊണ്ടാത്ത്. കുതിരവട്ടത്തെ ഇത് പത്തിരീനെ തിന്നുക എന്ന് പറയത് ദൈവാണ്, ഞാനും നീയൊക്കെ ദൈവാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഭ്രാന്തൻ സിദ്ധാന്തം അവതരിപ്പിക്കുന്നവരോട്, ഈ വിഡ്ഢിത്ത് അവതരിപ്പിക്കുന്നവരോട്, ഈ വിവരക്കേട് പറയുന്നവരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ദൈവത്തെ കുറിച്ച് നിങ്ങളെ സങ്കല്പം എന്താ? കള്ളുകുടിയനായ ദൈവം, പെണ്ണുകിടിയനായ ദൈവം, കൊള്ളക്കാരനായ ദൈവം, പിടിച്ചുപറിക്കാരനായ ദൈവം, സ്വന്തം മോളെ ബലാത്സംഗം ചെയ്യുന്ന ദൈവം. എന്താ നിങ്ങളെ സങ്കല്പം? അല്ല, എന്താ നിങ്ങൾ വിചാരിച്ച്? പടച്ചോനെ പറ്റി പറയും നിങ്ങൾ എന്താ വിചാരിച്ച്? ഞാനും നീയും ദൈവം എന്നതിന്റെ അർത്ഥം എന്താ? ദൈവം എന്ന് പറഞ്ഞ ആരാണ്? ഇസ്ലാമിൽ നിങ്ങൾ നോക്ക്, നിസ്കാരം കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പറയുന്ന ഒരു സംഗതി ഇല്ല. എന്താ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതിന്റെ അർത്ഥം എന്താ? ദൈവമേ നീ എത്ര പരിശുദ്ധനാണ്, ഭാസ്കരാ നീ എത്ര പരിശുദ്ധനാണ് എന്ന് പറയോ? മനുഷ്യന് നികഷ്ടത്വമുണ്ട്, മനുഷ്യന് നീചത്വമുണ്ട്, അനീതിയുണ്ട്, അക്രമമുണ്ട്, ദയയുണ്ട്, കാരുണ്യമുണ്ട്, തോത് കുറവുണ്ട്, കൂടുതലുണ്ട്, എല്ലാമുണ്ട്. എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ആലോചിച്ച് നോക്ക്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഗുണം എല്ലാം പെർഫെക്റ്റാണ്. ദൈവം സർവജ്ഞനാണ്, മനുഷ്യൻ സർവജ്ഞനാണോ? ദൈവത്തെ കുറിച്ച് ലോകത്ത് പറയുന്നതിന് എന്താ? മാധ്വാചാര്യൻ, ശങ്കരാചാര്യരെ വിമർശിച്ചതല്ല. ദൈവം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണനാണ്, സർവജ്ഞനാണ്. മനുഷ്യൻ സർവജ്ഞനാണോ? എല്ലാവരും വ്യത്യസ്ത. 10 അമുസ്ലിങ്ങൾ കൂടിയ പോലെ 10 ആളുടെ അറിവ് വ്യത്യസ്തമായിരിക്കും, 10 മുസ്ലിങ്ങൾ കൂടിയ ഒരു അറിവ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ മനുഷ്യന്റെ അറിവിൽ ഏറ്റക്കുറവുണ്ട്, ദൈവത്തിന്റെ അറിവിനോ ഏറ്റക്കുറവില്ല. അതുകൊണ്ട് ദൈവം വേറെ, മനുഷ്യൻ വേറെ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ദൈവത്തിന്റെ ഒരു ഗുണവും മനുഷ്യനില്ല, ദൈവത്തിന്റെ ഒരു ഗുണവും മനുഷ്യനില്ല. ഉദാഹരണം, ഈ പ്രസംഗം ഈ പരിസരത്ത് ഇങ്ങനെ കേൾക്കാം. അപ്പൊ ബൈലക്സിലുണ്ട്, ആ സംവിധാനത്തിലും കേൾക്കാം. അതൊരു കാര്യകാരണ ബന്ധമാണ്. ബൈലക്സ് മെസ്സഞ്ചർ ഒരു കാര്യകാരണ ബന്ധത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്, അല്ലേ? ആ കാര്യകാരണത്തിനപ്പുറത്ത് കേവലം വീട്ടിലിരുന്ന ഈ ശബ്ദം എല്ലാ വീട്ടിലും കേൾക്കില്ല. കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് ഒരു പ്രസംഗം സ്വഹാബികൾ കേട്ടിരുന്നു. അത് ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗം. മനസ്സിലായില്ല? എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നമ്മുടെ വിഷയത്തിൽ നിങ്ങൾ ക്ലിക്കാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്നിന്റെ മുകളിൽ കയറി പ്രസംഗിച്ച പ്രസംഗം ഓരോ സഹാബികളും പറയുന്നത് ഞങ്ങളെ കാതിൽ ഒരാൾ പറയുന്നത് പോലെ കേട്ടു. അത്രയും അടുത്ത് നിന്ന് ഒരാൾ, അത് മുഅ്ജിസത്തായിരുന്നു. കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണ് ആ ശബ്ദം. അതായത് ഓരോരുത്തരുടെ അടുത്തും മൈക്കുള്ളത് പോലെ അള്ളാഹു നബി അവരുടെ അടുത്ത് നിന്ന് പ്രസംഗിക്കുന്നത് പോലെ ആ ശബ്ദത്തെ കേൾപ്പിച്ചു. അതുകൊണ്ടാണ് എല്ലാ സ്വഹാബിമാരും ആ പ്രസംഗം മൈക്കോ സംവിധാനമോ ബൈലറ്റ് സംവിധാനമോ ഒന്നും ഇല്ലാത്ത കാലത്ത് അവരെല്ലാരും കേട്ടത്. 1,00,000 ആളുകൾ കേൾക്കാറുണ്ട്. ഒരാൾ പെടുന്നിട്ട് പറയാ എന്ന് പറഞ്ഞ നിങ്ങൾ ആ ഒരു ചിന്തിച്ചു നോക്ക്. അത് ഓരോരുത്തർ കേട്ടത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തും. കാര്യകാരണ ബന്ധത്തിലൂടെയാണ് മൊബൈൽ നമ്മൾ കേൾക്കുന്നത്. തമ്പിയും വയറൊന്നും കണ്ടിട്ടില്ലെങ്കിലും അതിനൊരു കാര്യകാരണ ബന്ധമുണ്ട്, ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമില്ലേ കേൾക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ പറയും റേഞ്ചില്ലാത്തടത്ത് റോമിങ്ങിൽ ഓരോന്നോരോന്ന് അല്ലെ. എന്താ റേഞ്ച് കട്ടാവണത്? അപ്പൊ റേഞ്ച് കട്ടാവണ അവസ്ഥയുണ്ട്, കട്ടാവും. അപ്പൊ പടച്ചോന് കുറച്ച് കാര്യം കേൾക്കാം, കുറച്ച് കട്ടായി പോയി, അങ്ങനത്തെ അവസ്ഥയല്ല. അതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അതുണ്ട്. സ്വാമിയായാലും അച്ഛനായാലും ഫാദറായാലും പള്ളിയിലച്ഛനായാലും മൊയ്ലിയാരായാലും മൗലവിയായാലും ഒക്കെ എന്തുണ്ട്? കേൾവിക്ക് പരിധികളുണ്ട്. ഇപ്പൊ കാന്തോര ഉസ്താദിനെ ആലപ്പുഴ എന്നൊരാൾ വിളിക്കുക, ഫോണില്ലാതെ, കമ്പിയില്ലാതെ കേൾക്കുവോ? കേൾക്കൂല. പടച്ചോനോ നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും.
മത്സ്യത്തിന്റെ വയത്തിൽ സംസാരിക്കാത്ത ഒരാൾ പെട്ടു നീരിക്കുക. സംസാര വൈഭവമില്ലാത്ത ഒരാൾ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടു. അയാൾക്കില്ലേ പ്രാർത്ഥന? അതെവിടുന്ന പ്രാർത്ഥന? ഹൃദയത്തിൽ ആരെ കാണോ? അറിയോ? ശബ്ദം പുറത്തേക്ക് വരുമോ? സംസാരിക്കാത്ത ഒരുത്തന്റെ ശബ്ദം പുറത്തു വരുമോ? സുഹൃത്തുക്കളെ, ഓൻ പ്രാർത്ഥിക്കണില്ല എന്ന് പറയാൻ പറ്റും. ഓന്റെ പ്രാർത്ഥന എന്തുകൊണ്ടാ? അതരം കൊണ്ടാ? അതരം കൊണ്ടാ അല്ല. ഓന്റെ പ്രാർത്ഥന എന്തുകൊണ്ടാ? ഹൃദയത്തിന്റെ മനസ്സിലെ വിചാരങ്ങളാണ് അവിടെ പ്രാർത്ഥന. അതാരറിയും? ലോകത്തിന്റെ സൃഷ്ടാവ് അറിയും. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ആ ലോകത്തിന്റെ സൃഷ്ടാവിനെ ഇസ്ലാം മനുഷ്യർക്ക് പരിചയപ്പെടുത്തി. ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞോട്ടെ, അതാണ് ചുരുക്കി പറയാം, ബുദ്ധികൾക്ക് വേണ്ടിരിക്കും. എന്തുകൊണ്ടാ അബൂബക്കറെ കളവ് വരുത്താത്തത്? അള്ളല്ലോണ്ട്. എന്തുകൊണ്ടാ നീ വ്യഭിചരിക്കാത്ത? ഞാനൊരു ചരിത്രം പറയാം. ചുറ്റും കറുത്ത് തമോമയമായി ഇരുമുറ്റും ഇരവിതിൽ ഏകാകിയാണു ഞാൻ. കൂട്ടിനൻ പോയനില്ലായികയാൽ എന്നിത് പറന്നു പോയോ. ഇത് ഒരു പെണ്ണ് ഉമറുൽ ഖത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ നല്ല തണുപ്പുള്ള രാത്രിയിൽ അവളെ ആട്ടുകട്ടിൽ ഇരുന്നിട്ട് അവൾ പറയാണെന്ത്? പടച്ചോനെ, എത്ര ദൈർഘ്യമേറിയ രാത്രിയായത്. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ ഞാൻ മറ്റൊരു പുരുഷനെ എന്റെ ആട്ടുകട്ടിലിൽ കിടത്തുമായിരുന്നു. എന്നിട്ട് എന്റെ ശരീരത്തിന്റെ അടങ്ങാത്ത കാമദാഹത്തെ ഞാൻ തീർക്കുമായിരുന്നു. പക്ഷേ നാഥ, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന സമീയായ, ബഷീറായ, അലീമായ, ഹയ്യുൽ ഖയ്യൂമായ രാജാതിരാജനായ നാഥ, രാജാതിരാജനായ നാഥ, ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ട് ഞാൻ വ്യഭിചരിക്കുന്നില്ല. ഇന്ന് ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഏറ്റവും വലിയ ടെൻഷനിലൊന്നെന്താ? എന്റെ ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്നാണ്. കാരണം എന്താ? അതൊക്കെ കാണാൻ കഴിയില്ല, അതൊക്കെ അറിയാൻ കഴിയില്ല. നേരെ മറിച്ച് അടക്കമുള്ള, ഒതുക്കമുള്ള, ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവ് സൂക്ഷിക്കാൻ പറഞ്ഞതിനെ മുഴുവനും സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണെങ്കിലോ, നിന്റെ നാഥൻ എന്നെ കാണുന്നു. അലംബി എന്നല്ലാഹയറ, സദാസമയം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശ്വരന്റെ ക്യാമറ കണ്ണുകൾ, ഒരിക്കലും തെറ്റാത്ത പടച്ചവന്റെ ക്യാമറ കണ്ണുകൾ, ആ ക്യാമറ കണ്ണുകളെ ഇസ്ലാം പേടിക്കുന്നു, മനുഷ്യർ പേടിക്കുന്നു. അപ്പൊ അറേബ്യ നന്നായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്റെ വാക്കല്ല. മുഹമ്മദ് നബി രണ്ട് കാര്യം കൊണ്ടാണ് അറബികളെ നന്നാക്കിയത്. പണ്ഡിറ്റ്, അക്കോർഡിംഗ് ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞെന്താണെന്നറിയോ? പടച്ചോനിലുള്ള അചഞ്ചല വിശ്വാസവും മരണത്തിന് ശേഷമുള്ളൊരു ലോകത്തെക്കുറിച്ചുള്ള ഉൾക്കിടില ചിന്തയിൽ ആ ജനപദത്തെ മാറ്റിക്കളഞ്ഞു. ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കണം, എല്ലാവരും ആലോചിക്കണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള ബോധ്യമാണ് ഒരു യഥാർത്ഥ മനുഷ്യന്. അവൻ ഒരിക്കലും ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറൂല. സർക്കാരെ ഭയപ്പെടുന്നു. അവിടേക്ക് ഇസ്ലാം മനുഷ്യരെ കൊണ്ടുവന്നു. അതാണ് ഇസ്ലാമിന്റെ വിജയത്തിന്റെ കാരണം. ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡവും അതാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മുടെ പ്രോഗ്രാമിന് സാധാരണക്കാരായ ആളുകൾ നല്ലൊരു തുക ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളെ ഫണ്ട്, ഈ പ്രോഗ്രാമിന്റെ ഫണ്ട് കേട്ടോ, ഈ പ്രോഗ്രാം നടക്കാൻ രണ്ട് കാര്യമാണ് എനിക്ക് പറയുന്നത്. ഏതൊരു പ്രോഗ്രാമും നടക്കാനുള്ള ഫണ്ട് ഓവർ വേണ്ട. 10 രൂപ അധികം കയ്യിൽ വെക്കരുത് ഒരാൾ. അത് നടക്കാനുള്ള ഫണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൊടുക്കും. ഈ ജില്ലാ പ്രചരണ സമ്മേളനത്തിന് ആവശ്യമുള്ള ആ ഫണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും സഹായിക്കും. നമുക്ക് വേറെ ഒന്നുമില്ല. നിങ്ങൾക്കറിയാലോ, സാധാരണക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പം നമ്മുടെ കേട്ടോ. പൈസക്കാരൊക്കെ ഇങ്ങനെ ചമ്മി അടിഞ്ഞ മേരി വേറെ സ്ഥലത്ത് പോയി അടിഞ്ഞു. നമ്മൾ സാധാരണക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ദൈവവിശ്വാസമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനം. ഒരു ഉദാഹരണം പറയാം. സംഗീതം പഠിക്കാൻ ദക്ഷിണ വെക്കണം. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. സംഗീതം അനുവദിച്ചിട്ടില്ല, ദക്ഷിണ വെക്കുക. ഗുരുവിന്റെ കാല് തൊട്ട് വന്ദിക്കുക, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല.
അത് ചെയ്യുന്നവർക്ക് ചെയ്യാം, അവരുടെ വിശ്വാസം അതാണെങ്കിൽ അവർക്കാവാം. ഇസ്ലാം അത് പഠിപ്പിച്ചു. ഒരാളെ കാണുമ്പോൾ ഓവറായിട്ട് എഴുന്നേറ്റ് നിൽക്കൽ പോലും ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കാത്ത കാര്യം. ഇസ്ലാം ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സൃഷ്ടികൾക്കല്ല. മനുഷ്യൻ ദൈവത്തിന്റെ അടിമകളാണ്, ചാവല്യങ്ങളുള്ളവനാണ്, ബലഹീനതകളുള്ളവനാണ്, ക്ഷീണമുള്ളവനാണ്, തളർച്ചയുള്ളവനാണ്. അതുകൊണ്ട് അവനെ ആരാധിക്കരുത്. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? അങ്ങനെ സൃഷ്ടികളെ നിങ്ങൾ ആരാധിച്ചാലോ എന്താ സംഭവിക്കുക? അന്തം തമ്മഹ പ്രഭിശുന്തിയേ സംഭൂത്യമുപാസതേ തദോഭൂയൈവദേ യഹുസംഭൂത്യാമൃതഃ. ഈശാവാശുപനിഷത്തിലെ 12ാമത്തെ ശ്ലോകം. എന്താണ് അതിന്റെ അർത്ഥം? അന്തം തമഃ പ്രഭിശുന്തിയേ സംഭൂത്യമുപാസതേ തദോഭൂയൈവദേ യഹുസംഭൂത്യാമൃതഃ. ദൈവേതര ശക്തികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കും എന്ന് പറയും. അതായത് സാക്ഷാൽ പ്രപഞ്ചനാഥനെയല്ലാതെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, ആകാശം, ഭൂമി, ഇതിനെയൊക്കെ സൃഷ്ടിച്ച സംവിധായകൻ, ആ സംവിധായകനെയാണ് ഇസ്ലാം ദൈവം, പ്രപഞ്ചനാഥൻ, സൃഷ്ടാവ്, ഉടയതമ്പുരാൻ, പടച്ചതമ്പുരാൻ, അല്ലാഹു എന്നൊക്കെ പറയുന്നത് അവനെ കുറിച്ച്. ആ അല്ലാഹനെയല്ലാതെ ഒരു സൃഷ്ടിയെയും നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുമെന്ന് വേദം പറയും. അന്തം തമഃ പ്രഭിശന്തിയേ സംഭൂത്യമുപാസതേ തദോഭൂയ ഇവദേ യഹു സംഭൂത്യാമൃതഃ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ദൈവേതര ശക്തികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ നീ ചെന്ന് പതിക്കും. അപ്പൊ ഭാസ്കരനോട്, സുരേന്ദ്രനോട്, ദേവദാസനോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. കല്ല്, മുള്ള്, മുരട്, മൂർഖൻ പാമ്പ്, കാഞ്ഞിരക്കുറ്റി, ആൽത്തറകൾ, മക്ബറകൾ, ജാറങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, സ്വാമിജിമാർ, മനുഷ്യ ദൈവങ്ങൾ, മാലാകമാർ, ഇവരെയൊന്നും നിങ്ങൾ ആരാധിക്കരുത്. ഞങ്ങൾ ആരാധിച്ച ഞങ്ങൾ എന്താക്കും? ഞങ്ങളൊന്നും ആക്കൂല. പക്ഷെ അത് ശരിയല്ല എന്ന് വേദം പഠിപ്പിക്കുന്നു. വേദം എങ്ങനെ പഠിപ്പിക്കുന്നു? നതസ്യ പ്രതിമാസ്തി. യജുർവേദം 32ാം അധ്യായം 3ാമത്തെ ശ്ലോകം. ദൈവത്തിന് പ്രതിമയില്ല, അതുകൊണ്ട് തന്നെ പ്രതിമ വെച്ച് ആരാധിക്കരുത് അല്ലേ? ആവർത്തന പുസ്തകം 4ാം അധ്യായം 17 ഒരേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ കണ്ടപ്പോ, നിങ്ങൾ എന്നെ കണ്ടപ്പോ എന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ എന്റെ രൂപം കണ്ടിട്ടില്ലല്ലോ. എന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. ഭൂമിയിലൂടെ എഴഞ്ഞു നീങ്ങുന്ന ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ഇത് ബൈബിളിലുള്ളതാണ്. എന്നിട്ടും പ്രതിമകളെ വെച്ച് യേശുക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കി, കന്യാമറിയമിന്റെ പ്രതിമയുണ്ടാക്കി ക്രൈസ്തവർ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ കുഴപ്പത്തിന്റെ കാരണം ഒന്നതാണ്. മാത്രമല്ല, ലോകത്തെ മതവിശ്വാസികൾ ഉണ്ടാക്കിയ പ്രതിമയുടെ പണമുണ്ടെങ്കിൽ, പ്രതിമ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പണമുണ്ടെങ്കിൽ, ഈ ലോകത്ത് 714 കോടി മനുഷ്യർക്ക് 714 കോടി വർഷം ജീവിക്കാനുള്ള സമ്പത്ത്. ഇന്ത്യയിൽ മാത്രം ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ വിറ്റിട്ട്, കമ്പോളത്തിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ 100 ഇരട്ടി സമ്പന്നതയിലായിരിക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഹ്യൂമൻ റിസോഴ്സിന്റെ ഈ രാജ്യം അല്ലേ? വേദം പറഞ്ഞ് പഠിച്ചില്ല, ചെയ്തില്ല, വേദത്തിനെതിരെ പ്രവർത്തിച്ചു. സ്തൂപങ്ങളും രൂപങ്ങളും ഉണ്ടാക്കി. അതിന് എത്ര കോടി? ലോകത്തെ ഏറ്റവും വലിയ കുരിശിൽ 2ാം സ്ഥാനം ഈരാറ്റുപേട്ടയിലാണ് പറയുന്നത്. എന്തിനാത്? എന്താ അതുകൊണ്ടുള്ള മെച്ചം? എന്താ അതുകൊണ്ടുള്ള മതം? മാത്രമല്ല, ഇതിലൊരു ലോജിക്ക് ഞാൻ മനസ്സിലാക്കുക. എന്റെ വാപ്പാനെ കൊല്ലാൻ ഒരുത്തൻ കത്തി ഉപയോഗിച്ചു. എന്റെ വാപ്പാനെ കൊല്ലാന് ഒരുത്തൻ ഉപയോഗിച്ച കത്തി ഞാൻ പൂജിക്കുവോ? അത് ഞാൻ കഴുത്തിലിട്ടെടുക്കുവോ? അപ്പൊ നിങ്ങൾ പറയും എനിക്ക് മാനസിക. സ്വന്തം അച്ഛനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഞാൻ കഴുത്തിലിട്ടെടുക്കുക. ജൂതന്മാര്, പിലാത്തോസിന്റെ പടയാളികള് യേശുവിനെ കുരിശിലേറ്റാനാ കുരിശ് ഉപയോഗിച്ച്.
യേശുവിനെ പിലാത്തോസിന്റെ പടിയുടെ കുരിശിലായിട്ട് ഉപയോഗിച്ചിട്ട് യേശുവിന്റെ ആളുകൾ കുരിശും ചുമന്ന് കിടക്കി. ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേട്, ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടല്ലേ സ്വന്തം അമ്മയെ കുത്തിക്കൊല്ലാത്ത കോടാലി ഉപയോഗിച്ചിട്ടുണ്ട്. ആ കോടാലിന് ആരോ പൂജിക്കല് ഇവരല്ലേ? ആലോചിച്ചു. അല്ല, ലോകത്ത് വിവരക്കേടല്ലേ മതം എന്ന് പറഞ്ഞാൽ. ഇന്ന് മതം എന്താ? ആരെ ആരാധിക്കണ്ട്? ആരെ ആരാധിക്കണ്ട്? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഇല്ല. അന്ന് ദൈവസങ്കല്പം എങ്ങനെയായിരുന്നു? ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്ന അനുസരിച്ച് അന്നത്തെ ദൈവസങ്കല്പം എന്താ? പിതാവ്, പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ അർത്ഥം 2, മുക്കൂട്ടില്ല 2. യേശുക്രിസ്തു ജനിച്ചപ്പോ ത്രിമൂർത്തി. യേശുക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറി ഞായറാഴ്ച വേട്ടയിലേക്ക് വരെ വീണ്ടും 2. ഇതെന്തൊരു കഥയാണ്? ദൈവം 3, ചില കാലത്ത് 2, ചില കാലത്ത് 1. എന്തത്? ഏകം സദ്ബഹുതാഭിപ്രാവതന്തി യോ ദേവാ നാം നാമദായ ദേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയ അവ്യക്തം വ്യക്തി മാപന്യം മാന്യന്തേ മാമബുദ്ധയ പരംഭാവമചാനന്ദോ മാമാവ്യയമനുത്തമം. ദൈവോധ്യൻ ഏകന്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ആ ദൈവം ഏകനാണ്. ആ ഏകനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ? ഇസ്ലാമിന്റെ പ്രവാചകന്മാർ മുഴുവനും ഇസ്ലാമിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ക്രിസ്തുമതം 2000 വർഷത്തിന്റെ അപ്പുറത്താണ്. അന്ന് മുതലാണല്ലോ യേശുക്രിസ്തുവിനെ വിളിക്കാൻ തുടങ്ങി. അതും സെന്റ് പോള്, സാവൂൾ എന്ന് പറയുന്ന ക്രിസ്തുമതത്തിന്റെ മുഖ്യ ശത്രു. ആ ശത്രു ഉണ്ടാക്കിയ മതത്തിലാണെന്ന് ക്രിസ്ത്യാനികൾ. യേശുക്രിസ്തു തിരിച്ചു വന്നാൽ ആദ്യം തകർക്ക് കുരിശാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആദ്യം തകർക്ക് കുരിശാണ്. മനസ്സിലായോ? യേശുക്രിസ്തു അത് അംഗീകരിച്ചില്ല. യേശുക്രിസ്തു എന്താ പറഞ്ഞ്? യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഉണ്ടല്ലോ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഒക്കെ മാറ്റി വെച്ചോളൂ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്താ? യേശുക്രിസ്തുവിന്റെ ബൈബിൾ പറയട്ടെ. 12-ാം അധ്യായം, മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. അതിലെന്താ ഉള്ളത്? ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. എന്താ പറഞ്ഞ്? ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. ആ വാചകം ഒന്ന് ശ്രദ്ധിച്ച മോനെ. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഞാൻ നിങ്ങളുടെ ദൈവം എന്നല്ല. ദൈവത്തിന്റെ 3 അർത്ഥങ്ങളിൽ ഒരാളാണ് ഞാൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതാണ് നമ്മുടെ ദൈവസങ്കല്പം എന്ന് യേശുക്രിസ്തു പറഞ്ഞില്ല. യേശുക്രിസ്തുവോട് ചോദിച്ച ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? കർത്താവേ, അവിടെ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അവനെ, അവരെ എന്നല്ല, പ്ലൂറലല്ല, സിംഗുലറാ. അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അവനെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ സൂക്തം. അതിലെന്താണ്? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. യേശുക്രിസ്തു പറഞ്ഞത് പടച്ചോന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം, സാക്ഷാൽ പ്രപഞ്ചനാഥന്റെ ഹിതം, ആഗ്രഹം. അതെന്താ? 10 കമന്റ്മെന്റ്സിൽ പറയട്ടെ. അതെന്താ? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. കണ്ടോ? ഇതാ 10 കമന്റ്മെന്റ്സിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കൽപ്പന. ദൈവം പറയണമെന്ന് ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവരുടെ മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കാൻ പാടില്ല. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. വ്യക്തമാണോ? ആണല്ലോ. എങ്കിൽ ഇസ്ലാം സുരക്ഷിതത്വത്തിന് ഏറ്റവും ബെറ്ററായ വിശ്വാസം ഏകദൈവാരാധന. ഇസ്ലാം നിങ്ങൾ നോക്ക്, പ്രവാചകന്മാരുടെ ചരിത്രം നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾ നോക്ക്. ഇപ്പൊ ഇസ്ലാമിനാണ് അത് പറയാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാം ഏതൊരു ദൈവത്തെയാണോ റബ്ബനാ എന്ന് വിളിച്ചത്, ഇനി പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കും. ആദം നബി അലൈഹിസ്സലാം ഏതൊരു റബ്ബിനെ, ഏതൊരു രക്ഷകനെ, ഏതൊരു സൃഷ്ടാവിനെയാണോ വിളിച്ചത്,
ആ സൃഷ്ടാവിനെ തന്നെയാണ് നൂഹ് നബി 950 വർഷവും വിളിച്ചത്. ആ നൂഹ് നബി 9.5 നൂറ്റാണ്ടിൽ ആരാധിച്ച ദൈവത്തെയാണ് ഇബ്രാഹിം നബി വിളിച്ചത്. നമ്മുടെ ഇന്ത്യയിലോ 80 വയസ്സായ സായിബാബ എന്നെ ആരാധിച്ചു, അത് കഴിഞ്ഞ്. ഇപ്പോ മാതാമൃതാനന്ദമയ്ക്ക് 60ആയി. 61ലോ 65ലോ 60ലോ എത്ര അള്ളാഹ് മരിക്കാൻ നിശ്ചയിച്ച് അന്ന് മരിക്കും. അപ്പൊ എന്തായി? നമ്മൾ ആരാധിച്ച ദൈവം ഇതാ മരിച്ചിരിക്കും. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ കരുണ്യവാനായ ദൈവമാണ് മാതാമൃതാനന്ദ. പിന്നെന്ത് പറയും? കള്ളുഷാപ്പിൽ ചെന്നാൽ കള്ളുദ്ഘാടനം ചെയ്യാണ്, കള്ളിനെ പോലെ മാസ്മരികമായ ഒന്നില്ല എന്ന് ചിലപ്പോൾ ഇവർ പറഞ്ഞേക്കും. മുസ്ലിം പേരാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം സ്വീകരിച്ചില്ല, ഇസ്ലാം അംഗീകരിച്ചില്ല, കാരുമില്ല, മുമ്പില്ല, ഒന്നുമില്ല. മനസ്സിലായോ? സുഹൃത്തുക്കളെ, വളരെ ഗൗരവമായി നമ്മൾ പഠിക്കണം. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? 10 കൊല്ലം കഴിഞ്ഞ് മരിച്ചു വന്ന ഒരാൾ ദൈവാവോ? കിഡ്നി വീക്കായി മരിച്ചു വന്ന ഒരാൾ ദൈവാവോ? ഭക്ഷണം വെള്ളം ആവശ്യമുള്ള ഒരാൾ ദൈവാവോ? കാമവികാരങ്ങളുള്ള ഒരാൾ ദൈവാവോ? ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആകാശഭൂമികളെ ആകാശഭൂമികളിലുള്ളതെല്ലാം ആരാണോ സൃഷ്ടിച്ചത് അവൻ ദൈവം. ഇത് നിഷേധിക്കാൻ ആർക്ക് കഴിയും? ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, മുഹമ്മദ് നബിയല്ല, യേശുക്രിസ്തുവല്ല, ഷാരിക്കാവിൽ അമ്മയല്ല, ഭീമാവുച്ചയല്ല, മാതാമൃതാനന്ദമയല്ല, രവിശങ്കറല്ല. ലോകത്തിന്റെ സൃഷ്ടാവ് അവനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെന്ത് വർഗീയത ഉള്ളത്? എന്ത് വർഗീയത അതിലുള്ളത്? തമീശ്വരാണം പരമം മഹേശ്വരം ധാം ദേവതാനാം പരമം ച ദൈവതം പതിം പദീന പരമം പരസ്ഥാത് വിധാമദേവം ഭുവനേശ്വമിഡിം. എല്ലാ ആരാധ്യന്മാരുടെയും പരമാരാധ്യൻ. നിങ്ങൾ വേറൊന്ന് ആലോചിച്ചു നോക്ക്. മനുഷ്യവാസമില്ലാത്ത ഒരു കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യരാരുമില്ലാത്തൊരു കാലഘട്ടം. ശരിക്കും ബ്രെയിൻ കൊടുത്തൊന്ന് ചിന്തിച്ച മക്കളെ, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത ഒരു കാലഘട്ടം മാധവ സുരേന്ദ്ര കഴിഞ്ഞു പോയിട്ടില്ലേ? അന്ന് ക്ഷേത്രമില്ല, ചർച്ചില്ല, പള്ളിയില്ല, ഹിന്ദുല്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനില്ല, ജൈനനില്ല, ആരുമില്ലാത്തൊരു കാലഘട്ടം. എന്റെ ചോദ്യം, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത കാലത്ത് ഭൂമി ഉണ്ടായിരുന്നു, ആകാശമുണ്ടായിരുന്നു, സൂര്യനുണ്ടായിരുന്നു, ചന്ദ്രനുണ്ടായിരുന്നു, നക്ഷത്രങ്ങളുണ്ടായിരുന്നു, കാട്ടാറുകളുണ്ടായിരുന്നു, കാനനങ്ങളുണ്ടായിരുന്നു, ഗർജിക്കുന്ന സിംഹമുണ്ടായിരുന്നു, ആ ഗർജനം കേട്ട് ഓടിവെക്കുന്ന മാൻപേട ഉണ്ടായിരുന്നു. എങ്കിൽ അതിനെ ആര് സംവിധാനിച്ചു? ഇന്നുവരെ മറുപടിയില്ല. ആര് സംവിധാനിച്ചു? അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ് എന്നാ ഇസ്ലാം പറയുന്നത്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ. അസീസായ, അലീമായ, ഉന്നതനായ, പ്രതാപവാനായ, അങ്ങേയറ്റത്തിന്റെ അറിവിന്റെ ഉടമയായ സാക്ഷാൽ അല്ലാഹു സൂര്യനെ സൃഷ്ടിച്ചു. ആ സൂര്യനെ ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് തെറ്റാതെ സംവിധാനിച്ചു നിലനിർത്തി. ഒന്ന് ലളിതവൽക്കരിച്ചോട്ടെ, ഞാൻ ആ വാചകത്തെ ഒന്ന് ലഘൂകരിച്ചോട്ടെ. അതായത് ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? സൂര്യൻ ഒരു നിശ്ചിത ടൈമിലൂടെ കടന്നു പോകും, ഒരു വ്യത്യാസവും അതിന് വരൂലാന്ന് ഖുർആൻ പറയാൻ. 36-ാം അധ്യായം 38-ാമത്തെ വചനം. എന്റെ മാധവേട്ടനോട്, സുരേന്ദ്രനോട്, ബഷീറിനോട് ഞാൻ ചോദിച്ചോട്ടെ, 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും സൂര്യൻ അള്ള പറഞ്ഞ കണിശതയെ തെറ്റിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് പോലും തെറ്റിപ്പോയിട്ടുണ്ടോ? അതായത് 6:13 സൂര്യോദയം. എത്ര ബലട്ട്? 6:13. അത് 6:12 ഉദിച്ചിട്ടുണ്ടോ? ഇത്ര വേഗം കൂടിപ്പോയി? ഇല്ല. അത് 6:14 പോയിട്ടുണ്ടോ? 6:13 പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, 14 നൂറ്റാണ്ട് മുമ്പ് സൂര്യൻ ഒരു സെക്കൻഡ് പോലും തെറ്റാതെ കൃത്യമായി സഞ്ചരിക്കുന്നു എന്ന് പഠിപ്പിച്ച ഖുർആനിക വചനം മനുഷ്യനിർമ്മിതമാണോ ദൈവദത്തമാണോ? ചിന്തിച്ചോ, ആലോചിച്ചോ. ലളിതമായ മറ്റൊരു ഉദാഹരണം പറയാം. കടലിലെ മത്സ്യത്തെക്കുറിച്ചും പുഴയിലെ മത്സ്യത്തെക്കുറിച്ചും ഖുർആൻ പരാമർശിച്ചപ്പോൾ, കടലിലെ മത്സ്യത്തെക്കുറിച്ചും പുഴയിലെ മത്സ്യത്തെക്കുറിച്ചും ഉപ്പുരഹിത വെള്ളത്തെക്കുറിച്ചും ഉപ്പിലധിഷ്ഠിതമായ വെള്ളത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞപ്പോൾ മത്സ്യത്തെ പറ്റി പറഞ്ഞെന്തറിയോ? രണ്ടിടത്തുനിന്ന് പിടിച്ചാലും അതിന് ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല.
നിങ്ങൾക്ക് കഴിക്കാൻ പരിശുദ്ധമായ ഫിഷ്, മാംസം. സാധാരണ നെല്ലിക്ക ഉപ്പിലിട്ട് എന്താ ഉണ്ടാവുക? നെല്ലിക്കക്ക് ഉപ്പ് രസമായിരിക്കും. പേരക്ക വരെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പിലിട്ടിട്ട് വെക്കില്ലേ റോഡ് സൈഡില്? എന്തൊക്കെയാ ഉപ്പിലിടാത്ത? ക്യാരറ്റ് ഉപ്പിലിടുന്നുണ്ട്, എല്ലാം ഇടുന്നില്ലേ? ഇതെല്ലാം ഉപ്പിലിട്ട് വെച്ച ഉപ്പിന്റെ രസം ഉണ്ടാകുക. മത്സ്യം നൂറ്റാണ്ടുകളായി ഉപ്പ് കിടക്കുക. എന്തേ മത്സ്യത്തിൽ മാത്രം ഉപ്പ് രസം കയറാത്ത മക്കളെ? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറയുന്നു ഉപ്പ് രസം കയറ്റാതെയാണ് അതിനെ നിലനിർത്തുന്നത്. ഉപ്പ് വേണ്ടവനും വേണ്ടാത്തവനും കൂട്ടേണ്ടതാണ് മത്സ്യം. അതുകൊണ്ട് അവർക്കനുസരിച്ച് ഉപ്പിട്ടോട്ടെ, തോതനുസരിച്ച്. ഇവിടുന്ന് ഉപ്പ് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ചോദിക്കുന്നു, 14 നൂറ്റാണ്ട് മുമ്പുള്ള ഈ പരാമർശം ഇന്ന് തെറ്റിയോ? മത്തിയൊക്കെ നുള്ളി ഇങ്ങനെ മുരുന്നുണ്ടല്ലോ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പടത്തോനെ കുറിച്ച്? ഉള്ളാള് ഞങ്ങളെ മീമാമച്ചന്റെ പിന്നാലെ പോകുന്നവരോട് പടച്ചോന് നൂറ്റാണ്ട് മുമ്പ് അത് പറയുന്നത്. ഇനി ഗർഭപാത്രത്തിൽ ഒരു കുട്ടിക്ക് ആദ്യം കാഴ്ചയാണോ കേൾവിയാണോ ഉണ്ടാവുക? ശാസ്ത്രം പറയുന്നു കേൾവിയാണ്. ഖുർആനോ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ് കേൾവിയാണ്. ഒരു കുഞ്ഞിന് ഗർഭപാത്രത്തിൽ ആദ്യം കേൾവി, 3-ാം മാസം. മോഡേൺ സയൻസ് പറയണേ, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട് 3-ാം മാസം കഴിയുമ്പോൾ കുട്ടി കേൾക്കും. അതുകൊണ്ട് സീരിയല്, ചാനല്, സിനിമ, സംഗീതം ഒക്കെ പെണ്ണുങ്ങൾ ഒഴിവായിക്കോളെ ഗർഭിണിയാവുമ്പോ. അല്ലാതെ ചെക്കൻ മിനി ചട്ടമ്പിയേറ്റ പുറത്തിറങ്ങണത്. ഈ അച്ഛനുണ്ട്, അമ്മ, ബാപ്പ, ഉമ്മ എന്നൊക്കെ പറയല്ലോ. അതില് ഭാര്യ ഗർഭിണിയാവുമ്പോ ഇയാള് തമ്മാടിയാണ്, ഇയാളെ മുഴുവൻ തെറി 3 മാസം കഴിഞ്ഞാൽ കുട്ടി ഗർഭപാത്രത്തിൽ കേൾക്കുന്നുണ്ട്. കുട്ടി എണീറ്റരുത് ഉമ്മാനെ വിളിക്കുന്നത് ബോഡിന്നാ. എന്റെ 7 മാസം കിട്ടിയ ട്രെയിനിങ് ഉഷാറാ. അമ്മ സീരിയലിന് മുമ്പിലായിരുന്നു. സീരിയലിന് എല്ലാ തോന്നിയാസവും കുട്ടി കേട്ടിട്ടുണ്ട്. കേട്ടിട്ട് മനപ്പാടാവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാം എന്ത് പറഞ്ഞു? നിങ്ങളുടെ കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് ഉമ്മ നല്ലത് കേട്ട ഗർഭപാത്രത്തിലെ കുട്ടി നല്ലത് കേൾക്കും. ഉമ്മ ചീത്തയെ കേൾക്കണമെങ്കിൽ ഗർഭപാത്രത്തിലെ കുട്ടി ചീത്തയായി. ഉമ്മ ചീത്തയെ കാണണമെങ്കിൽ ജനിച്ചോർമ്മ തന്നെ മുലക്കണ്ണമ്മൽ ഇങ്ങനെ കടിച്ചിട്ടില്ല കുട്ടികളെ ഇറക്കല്. തള്ള ചാനലിന് മുമ്പിലാ, തള്ള ചാനലിന്റെ മുമ്പിലാണ്. അപ്പൊ കുട്ടി മുലക്കണ്ണ് കടിച്ചിരിക്കൽ എങ്ങനെ? കുരങ്ങ് മറ്റേ നീർക്കൊല്ലും പിടിച്ച മൈ അങ്ങനെ. കാരണം കുട്ടി കരയാണ്ടിരിക്കണമെങ്കിൽ സിനിമ കാണാം, മാറി മാറി വരുന്ന പിക്ചർ. അപ്പൊ ഒരു 5-6 വയസ്സാവുമ്പോഴേ കുട്ടിക്ക് ഉമ്മ അമ്മ എന്നൊക്കെ മാറി ഇതൊക്കെ പെണ്ണാണ് എന്നിടത്താണ് ആ കുട്ടി. ഇതൊരു പെണ്ണാകുമ്പോൾ മനസ്സിലായോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും. അവിടെയാണ് പടച്ചോനെ പേടിയുള്ള ഒരു സമൂഹത്തെ ഇസ്ലാം ഉണ്ടാക്കി. ഈ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ്, നിങ്ങൾ പടച്ചോനെ ആരാധിക്കുക. ആരാധന അവനോട് മാത്രം. ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സിദ്ധാവല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക്, മലക്കുകൾ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പേ മലക്കുകളും ജിന്നുകളും ഉണ്ട്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യവാസം ഉണ്ടാവുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജിന്നുകളുണ്ട് ലോകത്ത്. ആ ജിന്നുകളെ ആദം നബി അലൈഹി ഇസ്ലാം വിളിച്ചു, തേടി, പ്രാർത്ഥിച്ചു എന്നൊരു ചരിത്രം ഇസ്ലാമിലില്ല. ഉണ്ടോ? ആ ജിന്നുകളെ ആദം നബി വിളിച്ചോ? ഭൗതികാകാം, അഭൗതികാകാം, അവരുടെ അഭാവത്തിൽ ഉണ്ടോ അല്ലേ എന്നൊന്നും നോക്കാതെ വിളിച്ചോ? ഇല്ല, ഇല്ല. മലക്കുകളെ വിളിച്ചോ? പിന്നെയോ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 7-ാം അധ്യായം 23-ാമത്തെ വചനം. റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വലാ തസിദു ളാലിമീന ഇല്ലാ തബാറാ. നൂഹ് നബി വിളിച്ചാലോടാ? റബ്ബിനോടാണ്. സകല പ്രവാചകന്മാരും ആ റബ്ബിനെ വിളിച്ചു. മലക്കുകളെ വിളിച്ചോ? ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തു എന്ന് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ചരിത്രം കൊണ്ടും മക്കാ ബശീറുകളുടെ പരാമർശം കൊണ്ടും ഒക്കെ തെളിഞ്ഞു. എന്നിട്ടും മലക്കുകളെ വിളിച്ചോ? ഉഹദ് യുദ്ധത്തിൽ മലക്കുകളെ ഞങ്ങളെ സഹായിക്കണേ, യുദ്ധത്തിൽ വരണേ എന്നെങ്കിലും പ്രാർത്ഥനയില്ല. മലക്കുകളെ നിങ്ങളും വരി, ഞങ്ങളോടൊപ്പം അവിടെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കണ്ടേ, വരി. പ്രാർത്ഥനയാണോ? ഒരിക്കലല്ല. അതുപോലും പറഞ്ഞോ? ഇല്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചോ? ഇല്ല. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ജിന്നിനെ വിളിക്കുന്നവര് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഉണ്ട്. AP സുന്നികളില്ലേ? ഉണ്ട്. EK സുന്നികളില്ലേ? ഉണ്ട്. സൂഫിയാക്കളില്ലേ? ഉണ്ട്. നമ്മളതിനെ ശക്തമായി എതിർത്തിട്ടില്ലേ? ഉണ്ട്. മുജാഹിദുകളിൽ ജിന്നിനെ മലക്കുകൾ വിളിക്കുന്നവരുണ്ടോ? ഒരാളും ഇല്ല. എന്നാ ഉണ്ടേന്ന് വെച്ചാൽ പറയുന്നു, അവർക്ക് പരലോകബോധമില്ല. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ ഒരിപ്പോ വിശ്വസിക്കുന്നില്ല. ദുനിയാവിലെ 1000ന്റെ നോട്ടുകെട്ടിലും കാറിലുമാണ് വല്ല മോഹവും അഭിലാഷവും. ഒരു പച്ച നുണയെ പറയുന്നത്, ഒരുത്തനെ ഹാജരാക്കട്ടെ. ജിന്നിനെ വിളിക്കുന്ന സമസ്തക്കാരെ നമുക്ക് ഹാജരാക്കാം. മുഹമ്മദ് നബിയെ വിളിക്കുന്ന AP സുന്നി മൊയ്ലിയാരെ നമുക്ക് ഹാജരാക്കാം.
ജിന്നിനെ വിളിക്കുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്കാൻ തന്റെ ആളല്ലേ നട്ടലല്ലേ? നട്ടലിന്റെ ഫോട്ടോസ്റ്റാറ്റ് തരാം, അതുള്ളൂല്ലേ? ഇല്ല. എവിടെ മുജാഹിദുകളിൽ ഒരാൾ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ജിന്നിനെയോ മലക്കിനെയോ വിളിക്കാം നമ്മൾ പറയുന്നു. സമസ്തക്കാര് പറഞ്ഞു ജിന്ന അഭൗതികാണ്, മലക്ക് അഭൗതികാണ്, അതുകൊണ്ട് മലക്ക് കേൾക്കും. അത് അനീഫ് കായക്കൊടിയും പറഞ്ഞു. ഇപ്പൊ എ പി സുന്നിയായതിനു ശേഷം, അനീഫ് കായക്കൊടി എ പി സുന്നിയായതിനു ശേഷം അനീഫ് പറഞ്ഞു നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരാണ് എന്റെ ഉസ്താദ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞു മലക്ക് അഭൗതികമാണ്, ഭൗതികമല്ല, കാര്യകാരണ ബന്ധത്തിന് പുറത്തുള്ളല്ല, അപ്പുറത്തുള്ള. അനീഫയും പറഞ്ഞു അതിന് മലക്ക് ഔലിയാക്കൾ അഭൗതികമാണ്, കാര്യകാരണ ബന്ധത്തിന്റെ പുറത്താണ്, ജിന്നും മലക്കും അപ്പുറത്താണ്. ജിന്ന് സഹായിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ജിന്നിന്റെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, കാര്യകാരണ ബന്ധത്തിന്റെ പുറത്തല്ല, അപ്പുറത്താണ്, ദൃശ്യമല്ല, അദൃശ്യമാണ് എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരി മൊയ്ലിയാറിൽ നിന്ന് മതം പഠിച്ച അനീഫ മുസ്ലിയാർ കായക്കൊടി ഇപ്പൊ പറയുന്നു ജിന്നും മലക്കും അഭൗതികാണ്. നമ്മൾ ഏത് സ്വീകരിക്കണം? കെ പി മുഹമ്മദ് മലയെ പറഞ്ഞു ജിന്നും മലക്കും ഭൗതികമാണ്. കുഞ്ഞീദ് മദനി പറഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണ്. എ പി എത്തൽക്കാദർ മൗലവി കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞു ജിന്നും മലക്കും ഭൗതികമാണ്, പ്രാർത്ഥന കേൾക്കൂല. അനീഫ് കായക്കൊടിയും പറയുന്നു. പിന്നെ ചാരനായ അച്ചാരം വാങ്ങിയ നാസർ സുല്ലമി എന്ന ജീവിതത്തിലൊരിക്കലും അള്ളാന്റെ ദീന് മര്യാദയ്ക്ക് പ്രബോധനം ചെയ്തിട്ടില്ലാത്ത ആ ദുഷ്ടഹൃദയത്തിന്റെ ഉടമയും പറയുന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ പോലെ മലക്കും ജിന്നും അഭൗതികമാണ്, ഔലിയാക്കളും അഭൗതികമാണ്. ഇനി നിങ്ങൾ ആലോചിക്കണേ, ഇനി വരാൻ പോകുന്ന വാദം എന്താ പറയുന്നത്? ഔലിയാക്കൾ ലാത്ത ഉസ്സ മനാത്ത ഒക്കെ, അല്ലെങ്കിൽ അതുപോലെ ഇവിടുത്തെ മൊയ്തീൻ ഷെയ്ഖ് മമ്പറന്നങ്ങൾ ഇവരൊക്കെ എന്താ പ്രാർത്ഥന കേൾക്കുന്നതാണ് ഖുറാഫ് വരെ പറഞ്ഞു. നമ്മളോ അവരെല്ലാം മലക്കും ജിന്നും ഒന്നും കേൾക്കൂല എന്ന് നമ്മൾ പറഞ്ഞു. ഏത് എന്താ ഇതിന്റെ മൈന? നിങ്ങളുടെ ദുആ മലക്കുകൾ കേൾക്കുകയില്ല, നിങ്ങളുടെ ദുആ ജിന്നുകൾ കേൾക്കുകയില്ല, നിങ്ങളുടെ ദുആ ശൈത്താൻ കേൾക്കൂല. സലാം സുല്ലമി പറഞ്ഞ അല്ല, ഈ നാസർ സുല്ലമി പറഞ്ഞ എന്തറിയും? ഹനീഫയും സുല്ലമിയാണ്, നാസറും സുല്ലമിയാണ്, സലാം സുല്ലമിയാണ്. സുല്ലം ഇസ്ലാമ കയറിയവരൊക്കെ പേച്ചു പോലിന്റെ പല്ലും കുറച്ച് ആളുകളെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഫാറൂഖ് കോളേജിൽ ഫാറൂഖിയായവരും സുല്ലം ഇസ്ലാമിലെ സുല്ലമിയായവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തലവേദന. നിങ്ങൾ നോക്കി, ഫാറൂഖികളെ ഞാൻ പേരെണ്ണി തരാം. മടപൂരികളിൽ ഏറ്റവും കൂടുതലുള്ള സുല്ലമികളും ഫാറൂഖികളാണ്. ആ രണ്ട് സ്ഥാപനത്തെ ചേർത്തിയോ ഓനെ പിന്നെ നോക്കണ്ടില്ല. ഓനെ നല്ലൊരു പ്രബോധകനെ നിങ്ങൾക്ക് കിട്ടൂല. ഓൻ പിന്നെ ഹദീസ് ശീലമായിട്ടേ വരിക. അതുകൊണ്ട് ആ രണ്ട് സ്ഥലത്തും ചേർത്തരുത്. നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാൽ പിന്നെ ചേർത്താൻ പറ്റിയ സ്ഥലം ജാമിയ നദിയായിരുന്നു. ഇപ്പൊ അവിടെയും പറ്റില്ല. ജാമിയ അൽ ഹിന്ദു നമ്മളൊന്നും തുടങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി ചേർത്ത്. മനസ്സിലായോ? ഞാനിത് വെറുതെ പറയാൻ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളെല്ലാം ഭൗതികമാണ്. സൃഷ്ടികൾക്ക് എത്ര വലിയ കഴിവുണ്ടാകട്ടെ, കാണട്ടെ കാണാതിരിക്കട്ടെ, കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, നമ്മുടെ പരിധിയിൽ ഇല്ലാതിരിക്കട്ടെ, അവരൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്, സൃഷ്ടികളാണ് എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളെ സഹായിക്കേണ്ട കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സക്കരിയ നബി മറിയം ബീവിയുടെ കറാമത്ത് കണ്ടപ്പോൾ അവരോട് തേടാതിരുന്നത്. കാരണം കറാമത്ത് അഭൗതികമാണ്, മറിയം ബീവിയുടെ കഴിവല്ല, അള്ളാഹ് പ്രകടിപ്പിച്ചതാണ്, അത് അഭൗതികമാണ്. ആകാശം നിന്ന് ഭക്ഷണം എടുക്കാന്ന് വിചാരിച്ചാൽ മറിയം ബീവിക്ക് കഴിയില്ല. കാലത്ത് ഹുവമിന്നില്ല, നിന്റെ അടുത്തുനിന്നല്ല പറഞ്ഞേ, നിന്റെ കറാമത്താന്നല്ല പറഞ്ഞേ, കാലത്ത് ഹുവമിന്നില്ല. അതുകൊണ്ട് അവിടെ വെച്ച് ഹുനാലിക ദഅാ സക്കരിയ, هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. ആ സമീ ദുആ കേൾക്കുന്നവൻ എന്ന അള്ളാന്റെ സിഫത്ത് മലക്കുകൾ ഖലീഫായെക്കൂടി വകച്ചു കൊടുത്തു, ജിന്നുകൾ ഖലീഫായെക്കൂടി വകച്ചു കൊടുത്തു, ശൈത്താന് സുല്ലമി വകച്ചു കൊടുത്തു. അതുവഴി അവർ ശിർക്ക് ചെയ്യാൻ ഈ സമൂഹത്തെ പ്രേരിപ്പിച്ചു. അപ്പൊ ആരാ ശിർക്കിലെത്തി? ആരാ ശിർക്കിലെത്തി? ഞങ്ങളല്ല, നിങ്ങളെത്തി. നിങ്ങളെത്തി, മനസ്സിലായോ? ഞങ്ങളല്ല, നിങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന എന്താ? പ്രാർത്ഥന പടച്ചവനോട് മാത്രമേ പാടൂ. ജിന്നിനെയും മലക്കിനെയും ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും അവരെ നേരെ മറിച്ച് അനസുമോനെ പറഞ്ഞതോ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണല്ലോ. ആലപ്പുഴ ജില്ലയിലൊക്കെ ഏറ്റാൽ കൃത്യമായിട്ട് വരാത്ത മൗലവി ഫോൺ ഓഫാക്കിട്ടെ ഓനെ പറഞ്ഞ എന്താ? ജിന്നിവിടെ ഹാജറുണ്ടെങ്കിൽ കണ്ടാലും ഇല്ലെങ്കിൽ ചോദിക്കാം.
മലക്ക് വരേണ്ടത് സാന്നിധ്യം ഉറപ്പിച്ചാൽ അതിനോട് ചോദിക്കാം. അപ്പൊ ആരാ ചോദിക്കാന്ന് പറഞ്ഞു? ആരാ ചോദിക്കാറുണ്ട്? സക്കരിയ സുലൈ ചോദിക്കാറുണ്ട്? ഇല്ല. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു അല്ല. ഹുസൈൻ സലഫി പറഞ്ഞു അല്ല. ഹനീഫ പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, അനസ് പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു. അപ്പൊ ആർക്കാവാദവും ജിന്ന ഹാളിറിന്റെ ചോദിക്കാൻ നമുക്കല്ല, അവർക്ക്. അതിന്റെ ക്ലിപ്പിംഗ് ഞാനിട്ട് തരാം. മറിച്ച് നിങ്ങളൊരു ക്ലിപ്പിംഗ് ഇടി, മറിച്ച് നിങ്ങളൊരു ക്ലിപ്പിംഗ് ഇടൂ. അതുകൊണ്ട് തെറ്റിദ്ധാരണ സൃഷ്ടിക്കൽ ശരിയല്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കൽ ശരിയല്ല. മറിച്ച് സത്യസന്ധമായി കാര്യങ്ങളെ സമീപിച്ചോളൂ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പടച്ചതമ്പുരാനോടല്ലാതെ ഒരു പടപ്പിനോട് ദുആയിരക്കണമെന്ന് മുജാഹിദുകളിൽ ഒരാളും അങ്ങനെ ഒരുത്തം പഠിപ്പിച്ചവനെ നമ്മൾ വിടുവോ? അങ്ങനെ ഒരുത്തം പഠിപ്പിച്ചവനെ നിലത്തിറുത്തുവോ? ഹുസൈൻ സലഫിയാട്ടെ, സക്കരിയാസ് ആരാവട്ടെ, അവരെ നമ്മൾ നിലത്തിറുത്തുവോ? ഇവിടെ മുജാഹിദ് സ്ഥാനത്തിൽ വെച്ച് പൊറപ്പിക്കുവോ? അതുകൊണ്ട് അങ്ങനെ ആർക്കും ഒരു വാദവും ഇല്ല. ഉള്ളത് സമസ്തക്കാർക്കാണ്, ആരോടും തരാം. ഏതിനെ സിറാത്തുൽ മുസ്തഖീം മൊയ്തീൻ പറയാം. റബ്ബനാ ആതിനാ എന്നുള്ളതിന് പകരം മൊയ്തീൻ ഷെയ്ഖേ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഓഗസ്റ്റ് 22 മംഗലാപുരത്തെ വാദപ്രതിവാദം നമ്മൾ പറയില്ല. നമ്മൾ ജനങ്ങളോട് പറയുന്നത് ഈ പുല്ലും പുൽച്ചാടിയും ആകാശവും ഭൂമിയും ഇവിടുത്തെ മരങ്ങളും എല്ലാം സൃഷ്ടിച്ച ചെടികൾ സൃഷ്ടിച്ച ഒറ്റ ദൈവം, അവനെയാണ് ആരാധന. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. അള്ളയാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ അവനാണ്. ആ ഉപജീവനം നൽകുന്ന സൃഷ്ടാവിനോടാണ് പ്രാർത്ഥന. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. കുട്ടികളെ കിട്ടാത്ത ദുഃഖം ഇബ്രാഹിം നബി അള്ളാഹിനോടാണല്ലോ പറഞ്ഞത്. ഒരു ദർഗയിലും അദ്ദേഹം പോയില്ല, ഒരു ജാറത്തിലും അദ്ദേഹം പോയില്ല, ഒരു ക്ഷേത്രത്തിലും അദ്ദേഹം നേർച്ച നടന്നില്ല. ഉണ്ടോ? ജസീറ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബഷീർ എന്ന് പറയുന്ന പിതാവ് 2005 നവംബർ 25 തുലാഭാരം നടത്തി. മാതൃഭൂമി ദിനപത്രം പേജ് 2 അല്ലേ? ആലോചിച്ചു നോക്ക്. ചേമരയിലെ അബൂബക്കർ ഹാജിയെ ഗുരുവായൂരിൽ ചെന്ന് കുട്ടിനെ കിട്ടാൻ തുലാഭാരം നടത്തി. മുഹമ്മദ് നബി നടത്തിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയോ? സക്കരിയ നബി കുട്ടികളില്ലാത്ത ദുഃഖം ആരോടാ പറഞ്ഞത്? മൂന്നാമത്തെയും സൂറത്ത് ഇമ്രാൻ 39 വചനം പടച്ചോനോടാ പറഞ്ഞേ കുട്ടിയില്ല തരണം. അല്ലാതെ കറാമത്ത് കണ്ട മറിയം ബീവിനോടല്ല. കറാമത്ത് കൊടുത്ത അള്ളാനെ പിടിക്കുക, കറാമത്ത് കിട്ടിയാലല്ല. സമസ്തക്കാർക്ക് സംഭവിച്ചെന്താ? ആർക്കാണോ കറാമത്ത്, ആരിലൂടെയാണോ കറാമത്ത്, അവരിലത് ആരോപിച്ച് അവരെ പിടിക്കുക. നമ്മളോ ആരാണോ കറാമത്ത് കൊടുത്തത് കഴിവ് അവന്റേതാണ്, അവനെ പിടിക്കും. അല്ലേ അല്ലേ സുഹൃത്തുക്കളെ? ഒരാൾക്ക് ഒരു മന്ത്രിയെ കണ്ട് ഒരു ജോലി ഇന്ന സ്ഥലത്തുനിന്ന് നേരത്തിലേക്ക് മാറ്റണം. അയാള് ഒരു മീഡിയേറ്ററെ പിടിച്ച് മന്ത്രിയുടെ അടുത്ത് ചെന്നു, അത് മാറ്റി ഒക്കെ ഇതാക്കിയാൽ ഈ മാറ്റി കിട്ടിയ വ്യക്തിയെ ആ നാട്ടുകാരൻ കണ്ട ഓന് പോലൊരു സ്ഥലത്തേക്ക് ഓന് മാറ്റി കൊടുക്കാൻ കഴിയും. കാണേണ്ട കാര്യം വകുപ്പ് മന്ത്രിയെ കാണും, അയാൾക്ക് എന്നല്ല കൊടുക്കുള്ളൂ. കറാമത്ത് കൊടുത്താൽ അള്ളയാണ്. അപ്പൊ കറാമത്ത് കിട്ടിയവരല്ലേ ഇരിക്കുന്നത്? കറാമത്ത് കൊടുത്തവൻ അത് അള്ളയാണ്. അതുകൊണ്ടാണ് മോചനത്തും കറാമത്തും ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു പ്രവാചകൻ നിങ്ങൾ നോക്കും വല്യമാരെ പോലെ പ്രസംഗിച്ചത് എങ്ങനെ? എന്റെ മരണശേഷം എനിക്ക് അള്ള നൽകിയ മോചനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്റെ കബറിടത്തിൽ വന്ന് തേടാം അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു പഠനം ഇസ്ലാമിലില്ല, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധമായ പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആയിരക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഖുർആനിലെ 72-ാം അധ്യായം 20-ാമത്തെ വചനം. പ്രാർത്ഥന അല്ലാഹു. പിന്നെന്താ നമ്മുടെ നാടുകളിലെ പുതിയൊരു ഇഷ്യൂ? കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി അമ്മുക്കുട്ടിയുടെ മുടിയാണെന്നാണ് പുതിയ വിവാദം. കാന്തപുരത്തിന്റെ കയ്യിലെ മുടി അമ്മുക്കുട്ടീന്റെ മുടിയാണ്. ഞാൻ പറഞ്ഞല്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ജിഷാൻ മാഗി, അങ്ങനെ തുടങ്ങി ഒരുപാട് അഷ്സലിമാരും പിന്നെ സഖാഫിമാരും പറയുന്നു കാന്തപുര ഉസ്താദ് അവിടെ മർക്കസു സഖാഫത്ത് സുന്നി അടിച്ചു വരുന്ന അമ്മുക്കുട്ടീന്റെ മുടിയാണ് കൊണ്ടത്. അപ്പോ അമ്മുക്കുട്ടിയുടെ മുടിയും കാന്തപുരത്തിന്റെ പൊടിയും എന്താണ്? അമ്മുക്കുട്ടീന്റെ മുടിയും കാന്തപുരത്തിന്റെ പൊടിയും. കാന്തപുരത്തിന്റെ കയ്യിൽ ഇപ്പൊ ഒരു പൊടിയുണ്ട്, അത് ശ്രദ്ധിച്ചെല്ലാരും. ലോക ചരിത്രത്തിൽ നബിയുടെ വടി സഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നു, നബിയുടെ മുടി സഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. നബിയുടെ പൊടി അത് കാന്തപുരത്തിന്റെ കയ്യിൽ മാത്രമാണ്. ആ പൊടി ഏതാണെന്നറിയോ? ബോംബെയിൽ ചില പൊടി വിൽക്കുന്നുണ്ട് പരസ്യമല്ലാതെ. മനസ്സിലായല്ലോ? അതാ
മനസ്സിലായോ? ഒരു 5 കൊല്ലോട് കഴിഞ്ഞാൽ ചെറുപ്പേ നബിയുടെ തിരുകാഷ്ടം എനിക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്, മിണുങ്ങാൻ വരുന്നോ എന്ന് ചിലപ്പോ ചോദിച്ചേക്കാം. കാരണം എന്താ? കാരണം വെറുതെ പറയല്ല, തെളിവാ പറയുന്നത്. മൊയ്യാര് എഴുതിയ ബുക്കാ. ഈ ബുക്കിൽ പറയുന്നത് എന്താ അറിയോ? AP സുന്നി എഴുതിയ ബുക്കാത്, ലേറ്റസ്റ്റ്. ഹസൻ ഇർഫാനി വെട്ടിച്ചതാ. ഇതിൽ പറയുന്നത് എന്താ അറിയോ? ഇമാം സുയൂത്തിക്ക്, ഞാനൊരു പച്ച മലയാളം പറയും, ക്ഷമിക്കണം, ഇമാം സുയൂത്തിക്ക് തീട്ടത്തിന്റെ പരിശുദ്ധത പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ട് ഈ ബുക്കിലുള്ള. ചെങ്ങന്മാരെ, അതായത് പ്രവാചകന്മാരുടെ കാഷ്ടവും മൂത്രവും തിന്നി തേക്കുകയൊക്കെ ചെയ്യാന്നാണ് മൊയ്ലിയാന്മാരെ വിശ്വാസം. ഇത് വേറൊന്നിനല്ല, ഈ ചോട്ടാ മൊയ്ലിയാന്മാർക്ക് കൊടുത്ത ഈ ജനം മുണുങ്ങിക്കൊള്ളണം. അതിന് നിങ്ങളെ കൂട്ടത്തിലുള്ള ജനങ്ങൾ എന്നാ പറ്റിയ ഈ പുസ്തകത്തിലില്ലാട്ടോ. എന്നോട് ദേഷ്യം പിടിക്കണ്ട, ഞാൻ വായിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. സത്യത്തിൽ ഇവിടെ ഒരു നല്ല പഠനം ആവശ്യം. എന്താ പഠനം എന്നറിയോ? ശരിക്കും ചിന്തിക്കണം. കുറച്ചു കാര്യം പറഞ്ഞേ പറ്റുക. നബിയുടെ മുടി ലോക ചരിത്രത്തിൽ നബിയുടെ വഫാത്തിന് ശേഷം 50 കൊല്ലങ്ങൾക്ക് ശേഷം നബിയുടെ മുടി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്താ ചരിത്രം? ഏറ്റവും രസകരമായ ഒരു തൗഫീഖ്. അതെന്താ? ഈ ബുക്കിൽ നമുക്ക് ആശ്വാസമാണ്. അതെന്താ? ഈ ബുക്കിൽ പറയാണ് നബീന്റെ മുടിയും വടിയും ഒരിക്കലും സാധുകൾ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഉസ്താദിന് കിട്ടി? ഈ ബുക്കില് നബിയുടെ മുടി അബൂബക്കർ ഉമറിന് കൊടുത്തു, ഉമർ ഉസ്മാന് കൊടുത്തു, ഉസ്മാൻ അലിക്ക് കൊടുത്തു എന്നല്ല പറയുന്നത്. ആർക്കും കൊടുത്തില്ല എന്ന്. അവരുടെ കബമ്പുടെ മേലെ വെച്ച് കബറടക്കുകയും പിന്നെ എങ്ങനെ അത് മ്യൂസിയത്തിലെത്തും? അപാര പോയിന്റാണ് നിങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് കേൾക്കാൻ പോണത്. ചിന്തിക്കുക. AP സുന്നികളെ ഇരിക്കപ്പുറത്തി കൊടുക്കരുത്, വീട്ടിൽ കയറി ഇറങ്ങാം. ആദ്യം പള്ളി ചെന്ന് സക്കാപ്പിൽ. ഈ ഹസൻ ഇർഫാനി എന്നൊരു മീഡിയണ്ടല്ലോ, അയാളൊരു കിതാബ് എഴുതിയിട്ടുണ്ട് നബീന്റെ മുടിയെ കുറിച്ച്. ആ കിതാബിൽ ഇങ്ങനെയുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കാന്തപുരത്തിന്റെ കയ്യിലെ മുടി അമ്മുക്കുട്ടീന്റെ എന്നെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അതെന്താ? ഇത് വായിച്ച് കേൾപ്പിച്ചേരെ, ശ്രദ്ധിച്ചോളേ. മൊയ്ലിയാർ എഴുതിയത് നബീന്റെ മുടി കാന്തപുരം മിണുങ്ങുന്നുണ്ട് എന്ന് പറയാനായിരുന്നു. പക്ഷെ വെളുക്കാൻ തേച്ചത് വേണ്ടായി. വെളുക്കാൻ തേച്ചത് ആദ്യം നമ്മൾ ആ ഭാഗം ഒന്ന് വാങ്ങിച്ച് കേൾപ്പിച്ചു. ആ ഭാഗം ഒന്ന് കേട്ടോളിട്ടോ, നോട്ട് ചെയ്തോളി എല്ലാരും. പേജ് നമ്പർ 10. കേരളത്തിൽ മർക്കസു സഖാഫത്തു സുന്നയിലും തിരുകേശം സൂക്ഷിച്ചു വരുന്നു. അതിന്റെ മുമ്പത്തെ പേജിൽ എന്താ അറിയോ? ഈ തിരുകേശം സാധ്യതകൾ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ വായിച്ചുതരാം, ആദ്യത്തെ ഇറക്കട്ടെ. ദുബായ് ഔക്കാഫിലെ മുൻ മന്ത്രിയുടെ മകനും പ്രമുഖ പണ്ഡിതനും അൻസ്വാരി കുടുംബ തലവനുമായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഖസ്റജി, അദ്ദേഹത്തിന്റെ കുടുംബം കാലങ്ങളായി സൂക്ഷിച്ചു വന്ന തിരുകേശം ഉസ്താദിന് ഏൽപ്പിച്ചു. അർഹം മുപ്പിൽ തന്നെയാണ്. പെരുങ്കള്ളനായതുകൊണ്ട് ഏൽപ്പിക്കുക ഏറ്റവും നല്ല മുപ്പിൽ തന്നെ. ഇവിടെ റബീഉൽ അവ്വൽ ആദ്യ വെള്ളിയാഴ്ചയിൽ തിരുകേശം ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയും ഇത് മുക്കിയ വെള്ളം ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ പറയുക? ഇതിന്റെ അടുത്ത് യുക്തിയുടെ അളവുകോലുകൾ കൊണ്ട് മതത്തെ അളക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപക്ഷേ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഇത് കാന്തപുരസ്താദിന്റെ കയ്യിൽ ഇത് ഉണ്ട് എന്നുള്ളത്. ഇനി നിങ്ങൾ കേട്ടോളി, കാന്തപുരസ്താദിന്റെ കയ്യിൽ മുടി എത്തിയിട്ടുണ്ടോ ഇല്ലേ? അതിനി അവരെന്നെ പറയട്ടെ. അതിന്റെ അപ്പുറത്തെ പേജിൽ കേട്ടോളൂ നിങ്ങൾ, ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആരോപണമാണ് നിങ്ങൾ വിചാരിക്കേണ്ട. കാഷ്ടം അത് മന്നൂടായി അല്ലാന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ആദ്യങ്ങളെ പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും. ഒരു തലക്കെട്ട എങ്ങനെയുണ്ട്? ഒരു പുസ്തകം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ വായിക്കേണ്ട ഗതികേട് മൂത്രത്തിന്റെ മാത്രം. ആരെങ്കിലും ഉണ്ടോ വീട്ടത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ടോ നോക്കരുത്. അല്ലാതെ ഞാൻ എന്താ ജനങ്ങളെ പറയേണ്ടത്? ജനങ്ങളെ ഈ കാശം തന്നാലും മറ്റേന്ന് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സുയൂത്തി ഇമാമിന് കാഷ്ടത്തിന്റെ മാത്രം പറയുന്ന ഗ്രന്ഥം ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളൊരു നിലവാരം. നിങ്ങൾ കേട്ടോളൂ, ഞാൻ വെറുതെ പറയാണ്. ഇത് പുതിയ പുസ്തകം പറയുന്നത് ഈ 2013 മൊയ്ലിയാന്മാരെ ഇറക്കിവിടുന്ന തോന്നിയാസത്തെ പറ്റിയാ പറയും. കേട്ടോളൂ. പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും കൊണ്ട് സ്വഹാബത്ത് ബർക്കത്തെടുത്തതായി ധാരാളം റിപ്പോർട്ടുണ്ട്. അടുത്ത വാചകം അതിനെ പൊളിക്കുന്നതാ. അതിനെ പൊളിക്കുന്നതാ. അതെന്താ കേട്ടോളി? പ്രവാചകരുടെ വിസർജ്യം ഉടനെ തന്നെ അത് ഭൂമി വിഴുങ്ങുമായിരുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെ ഔക്കുക? നേരത്തെ വരിയെന്ന് കേട്ടോ, വെറുതല്ല കാട്ടറായി അടിച്ച മൊയ്യാരുടെ രീതിയെന്ന് ഞാൻ പറയാൻ കാരണം. നിങ്ങൾ ചിന്തിക്കുക, എന്താണ്? പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും കൊണ്ട് സ്വഹാബത്ത് ബർക്കത്തെടുത്തതായി ധാരാളം റിപ്പോർട്ടുണ്ട്. പ്രവാചകന്റെ വിസർജ്യം, ഈ വിസർജ്യ വസ്തുക്കൾ കാഷ്ടവും മൂത്രവും അത് ഉടനെ തന്നെ ഭൂമി വിഴുങ്ങി. അപ്പൊ പിന്നെ സഹാബത്തിന് അതെങ്ങനെ കിട്ടി? ഭൂമിന്റെ തൊള്ളയെന്ന് മാന്തിയതാ ആണോ? JCB വെച്ച് മാന്തിയത്? നിങ്ങൾ ആലോചിക്കണം. ഈ കൗമിന്റെ ഒരു അവസ്ഥ ആലോചിക്കണം.
എന്നിട്ട് പറയാണ്, ബഹുമാനനായ ഇമാം സുയൂത്തിക്ക് പ്രവാചകന്മാരുടെ മലമൂത്ര വിസർജനത്തിന്റെയും രക്തത്തിന്റെയും പരിശുദ്ധതയെക്കുറിച്ചൊരു ഗ്രന്ഥമുണ്ട്. ഇതൊക്കെ ഒരു സമൂഹത്തിന് മുമ്പിൽ ഈ 2013 നമുക്ക് വായിക്കേണ്ടി വന്ന ഒരു അവസ്ഥ മൊഴിയേറെ സൃഷ്ടിച്ചതല്ലേ? നിങ്ങൾ ആലോചിച്ച് തീർന്നില്ല. അടുത്ത കേട്ടോളിട്ടോ, മൂത്രം കുടിച്ച കഥയാ പിന്നെ പറയുന്നത്. മൂത്രവും കാഷ്ടവും ശാമ്പിയ കഥയാണ് പിന്നെ വിശദീകരിക്കും. എനിക്ക് മടിയുണ്ട് ആ ഭാഗം വായിക്കാൻ. നിങ്ങൾ ഈ പുസ്തകം സംഘടിപ്പിച്ചാൽ ഈ പ്രസക്ത ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഇതാ എനിക്ക് കേട്ടോളിട്ടോ, വൈരുദ്ധ്യങ്ങളുടെ ഒരു വൻ ഘോഷയാത്ര. തിരുശേഷിപ്പുകളും വിമർശകരും. നബി തിരുമേനിയുടെ പരിശുദ്ധമായ തിരുശേഷിപ്പുകൾ. ആ വാചകം ശരിക്കും ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ നോക്കുക അതിന്റെ നേരെതിര് കേട്ടോളിക്കുക. രണ്ടാമത്തെ എന്താണ്? ചിരിച്ചു നമ്മൾ കൗമിനെ കുറിച്ച് ആലോചിച്ച. രണ്ടാമത്തെ